ഹായ് വെൽക്കം ബാക്ക് ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. എൻ്റെ പേര് അബ്ദുൽ ഹാദി. നമ്മൾ ഇന്നോട് ഒരു പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ലേണിംഗ്. നമ്മളെ സബ്ജക്റ്റ് കോഡ് വരുന്നത് AMT 305. ഓക്കെ, നമ്മളെ AI വരുന്ന ഒരു കോർ സബ്ജക്റ്റ് ആണ് ഏത് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു 4 ക്രെഡിറ്റ് തന്നെ ലഭിക്കാവുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് ഈ മെഷീൻ ലേണിംഗ്. ഓക്കെ, എന്തിനാണ് മെഷീൻ ലേണിംഗ് എന്ന ഒരു ബ്രാഞ്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉൾപ്പെടുത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗോൾ എന്താണ്? ദ ഗോൾ ഓഫ് ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് ടു ക്രിയേറ്റിംഗ് ഇൻ്റലിജൻറ്റ് മെഷീൻസ്. അതായത് ഇൻ്റലിജൻ്റ് ആയ മെഷീൻസിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ. എന്നാൽ മനുഷ്യൻ്റെ ഏറ്റവും ഒരു നല്ലൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യുക, പഠിക്കാനുള്ള കഴിവ് അല്ലേ. നമ്മൾ പഴയൊരു അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചും കണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ് അല്ലേ. അതായത് ഒരു പ്രോബ്ലം കാണുമ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടെങ്കിൽ, ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് മുന്നേ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈസിലി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും അല്ലേ. അപ്പം മെഷീൻ ലേണിംഗ് ആണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഈ ഒരു കഴിവ്, ഈ ഒരു പ്രോപ്പർട്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കൊടുക്കുന്നത്. അതായത് പഴയ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു പഴയ എക്സ്പീരിയൻസ് നിന്നും പഠിച്ചും പുതിയ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പുതിയൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഈസിലി ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ സോൾവ് ചെയ്യുക എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുക, ഡിസിഷൻ മേക്കിംഗ്, ഈ ഒരു കപ്പാസിറ്റി ഒക്കെ കൊടുക്കുന്നത് ആരാണ്? മെഷീൻ ലേണിംഗ് എന്ന ഫീൽഡാണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ സിലബസിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഫസ്റ്റ് തന്നെ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ലേണിംഗ്. അതായത് മെഷീൻ ലേണിങ്ങിൻ്റെ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ ഓവർവ്യൂ ഓഫ് ദി മെഷീൻ ലേണിംഗ് വരും. പിന്നെ വരുന്നത് മെഷീൻ ലേണിംഗ് നമ്മൾ പഠിക്കാൻ ഒരു എളുപ്പത്തിന് 4 ആക്കി ഡിവൈഡ് ചെയ്യും. അതായത് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്, പിന്നെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, പിന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. ഓക്കെ, അങ്ങനെ ഈ ഒരു 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഈ ഒരു മൊത്തം ഹോൾ ഈ 4 ഏതാണ്, എങ്ങനെയൊക്കെയാണ് മെഷീൻ ലേണിങ്ങിൻ്റെ മീൻസ് ഒരു പഴയ എക്സ്പീരിയൻസിൽ നിന്ന് മെഷീൻസ് എങ്ങനെയാണ് പഠിക്കുന്നത്, പിന്നെ മെഷീൻസ് എങ്ങനെയാണ് ജനറലി, അതായത് മെഷീൻ എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള അൽഗോരിതം സെറ്റാക്കുന്നത്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് നമ്മൾ ഡെപ്ത് ആയിട്ട് ഏത് മീൻസ് അതിൻ്റെ മാത്തമാറ്റിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ സയൻറ്റിഫിക് അപ്രോച്ച് നമ്മൾ പഠിക്കും അല്ലേ. അപ്പോൾ മെഷീൻ ലേണിംഗ് എങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടി, അത് മാത്സിലെ സ്റ്റാറ്റിയിൽ വരുന്ന ഫംഗ്ഷൻസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഒക്കെയാണ് മെയിനായിട്ട് മെഷീൻ ലേണിംഗ് ഇത് പഴയ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കാനും സോൾവ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മളെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ അതായത് ഈ മെഷീൻ ലേണിങ്ങിൻ്റെ കുറച്ച് റിയൽ ലൈഫ് അപ്ലിക്കേഷൻസ് പറഞ്ഞുതരാം. അത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ചെറിയൊരു ഐഡിയ കിട്ടും മെഷീൻ ലേണിംഗ് എന്തിനൊക്കെയാണ്, ഏതൊക്കെ ഫീൽഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇതിപ്പോൾ നമുക്കൊരു ചെറിയൊരു ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇപ്പം ഒരു നോളജ്, ചെറിയൊരു ഐഡിയ മാത്രമേ ഉള്ളൂ മെഷീൻ ലേണിംഗ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ കുറച്ച് മെഷീൻ ലേണിങ്ങിൻ്റെ അപ്ലിക്കേഷൻസ് പറയുമ്പോൾ നമുക്ക് കുറച്ചും പാടി മീൻസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ചെറിയൊരു ഐഡിയ കിട്ടുമ്പോൾ നമുക്ക് പഠിക്കാൻ ഒന്നും പാടി ഒരു ഇൻട്രസ്റ്റ് വരും. ഓക്കെ, അപ്പം പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഫസ്റ്റ് വരുന്നത് മെഷീൻ ലേണിംഗ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ റോബോട്ടിക്സിൽ എങ്ങനെയാണ് മെഷീൻ ലേണിംഗ് അപ്ലൈ ചെയ്യുന്നത്. അത് നമ്മൾ റോബോട്ടിക്സ് എനേബിളിംഗ് റോബോട്ട് ടു ലേൺ ടാസ്ക് ബൈ ഇന്ററാക്ടിങ് വിത്ത് ദെയർ എൻവിറോൺമെന്റ്. അതായത് ഒരു ടാസ്ക് ഒരു റോബോട്ടിന് നമ്മൾ എയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻസ്ഡ് ആയ ഒരു ആപ്ലിക്കേഷനാണ് റോബോട്ടിക്സ് അല്ലേ. ഈ റോബോട്ടിക്സിൽ മെഷീൻ ലേണിംഗ് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ട് ഒരു ടാസ്ക് നമ്മൾ റോബോട്ടിന് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ലേൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കുക ചെയ്യുക അല്ലേ. അതായത് ഇപ്പോൾ ഒരു വോക്ക് ചെയ്യാനുള്ള നടക്കാനുള്ള ഒരു റോബോട്ട്സിന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് റോബോട്ട്സ് നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും, അതായത് സർഫസ്, അതായത് അതിൻ്റെ എൻവിറോൺമെന്റ്സിനായിട്ട് ബിഹേവ് ചെയ്യണം. അതായത് അതിൻ്റെ സർഫസ് ആയിക്കോട്ടെ, മുന്നിലുള്ള എന്താ പറയുക, മുന്നിലുള്ള അവൻ്റെ ഒബ്സ്റ്റക്കിൾ ആയിക്കോട്ടെ, ഈ ഒബ്സ്റ്റക്കിളിനെ മറികടന്ന് സർഫസിൽ വൃത്തിയായിട്ട് നിന്നും കണ്ട് അവന് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അൽഗോരിതം എന്ത് ചെയ്യും, ഇത് നടക്കാനുള്ള ഒരു പ്രോപ്പർട്ടി, ഒരു ഫംഗ്ഷൻ, അതായത് മുന്നത്തെ എക്സ്പീരിയൻസ് ആയി നമ്മൾ ഡാറ്റയിൽ നിന്ന് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റോബോട്ട്സ് ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് മെഡിക്കൽ ഫീൽഡിൽ, അതായത് മെഡിക്കൽ ഡയഗ്നോസിസിൽ നമ്മൾ മെഷീൻ ലേണിംഗ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യും, പ്രീവിയസ്ലി കുറച്ച് ഡാറ്റാസ് ഓഫ് എല്ലാ ഡിസീസിൻ്റെ ഡാറ്റാസ് ഉണ്ടാവും അല്ലെ. സിംറ്റംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ആ പേഷ്യൻ്റെ ലൈഫ് സൈക്കിൾ ആയിക്കോട്ടെ, പേഷ്യൻ്റെ ഫുഡ് ആയിക്കോട്ടെ, എല്ലാ ഡാറ്റാസും മെഡിക്കൽ റെക്കോർഡ്സിൽ ഉണ്ടാവും അല്ലേ. ഇതിൽ നമ്മളൊരു മെഷീൻ ലേണിംഗ് അപ്ലൈ ചെയ്യുമ്പോൾ മെഷീൻ ലേണിംഗ് എന്ത് ചെയ്യും, അതായത് ഈ ഡാറ്റാസ് അല്ലെങ്കിൽ ഈ ഒരു ഡിസീസിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചും കണ്ട് ഇത് പുതിയൊരു വ്യക്തിക്ക് ഒരു ചെറിയൊരു സിംറ്റം വരുമ്പോഴത്തേന് ഈ ഒരു ക്യാൻസർ ആയിക്കോട്ടെ, ഡയബറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം ഹാർട്ട് ഡിസീസ് ആയിക്കോട്ടെ, നമ്മൾ ഏതൊരു അസുഖത്തിനാണോ നമ്മൾ മെഷീൻ ലേണിംഗ് മോഡൽ ട്രെയിൻ ചെയ്തത്, ഏത് എക്സാമ്പിളിലാണോ നമ്മൾ മോഡൽ ട്രെയിൻ ചെയ്തത്, ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അവന് വരാനുള്ള ചാൻസസ് എത്രയാണ്, അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലേ, നമുക്ക് ഡയഗ്നോസിങ്ങിന് മീൻസ് ഒരു ഏർലി സ്റ്റേജ് ഡയഗ്നോസിന് നമുക്ക് മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത്
സ്പീച്ച് റെക്കഗ്നൈസേഷൻ, അതായത് കൺവേർട്ടിംഗ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ടു ടെക്സ്റ്റ്. ഇത് നമ്മൾ സിരി, അലക്സ ആയിക്കോട്ടെ, ഗൂഗിൾ അസിസ്റ്റൻസ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ എന്താ ചെയ്യുക, അത് നമ്മളെ സ്പോക്കൺ വോയിസസ് ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് മെഷീൻ ലേണിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ മെഷീൻ ലേണിംഗ് എക്സ്പീരിയൻസ്, അതായത് നമ്മൾ ഈ ഒരു സ്പീച്ച് കൺവേർട്ട് ചെയ്യാനുള്ള മോഡൽ നമ്മൾ എന്തായിരിക്കും കൊടുക്കുക, ഇത് ഫീഡ് ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്തായിരിക്കും, അതായത് നമ്മൾ കുറച്ച് വോയിസ് കമാൻഡ്സും പിന്നെ അതിനോടുള്ള ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ടെക്സ്റ്റ് ആയിരിക്കും അല്ലേ. ഈ ഒരു ടെക്സ്റ്റ് എല്ലുമ്പാടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു മെഷീൻ ലേണിംഗ് മോഡലിലേക്ക് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പുതിയൊരു അല്ലെങ്കിൽ നമ്മൾ ഒറിജിനൽ റിയൽ കമാൻഡ്, റിയൽ വോയിസ് കേൾക്കുമ്പോൾ മെഷീൻ ലേണിംഗ് എന്ത് ചെയ്യും, അത് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് അത് ഈസിലി കൺവേർട്ട് ചെയ്യും. പിന്നെ വരുന്നത് NLP, അത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്. അതായത് നമ്മൾ ചാറ്റ് ബോട്ടൊക്കെ ഹ്യൂമൻസ് ലൈക്ക്, അതായത് ഒരു മനുഷ്യൻ എങ്ങനെയാണോ നമ്മളടുത്ത് പെരുമാറുന്നത്, ബിഹേവ് ചെയ്യുന്നത്, ഒരു സംസാരിക്കുന്നത്, അതുപോലൊരു ഹ്യൂമൻ ഇമോഷൻസ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇമോഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല, അതൊക്കെ ഒരു മെഷീൻ ലേണിംഗ് അപ്രോച്ചാണ് വരുന്നത്. പിന്നെ സ്പാം ഡിറ്റക്ഷൻ, അതായത് ഒരു മെയിൽ സ്പാം ആണോ ഹാം ആണോ അല്ലെങ്കിൽ നോട്ട് എ സ്പാം മെയിൽ ആണോ എന്നുള്ളത് ഇത് ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പാം മെയിലേക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാനും മെഷീൻ ലേണിംഗിന് ഹെൽപ്പോട് സാധിക്കും അല്ലേ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെഷീൻ ലേണിംഗ്, അത് നമുക്കിപ്പോൾ എന്താ പറയുക, അപ്പം ഇന്ന മെയിലൊക്കെ സ്പാം ആണ്, ഇന്ന മെയിലൊക്കെ ഹാം ആണ്, നമുക്കൊരു കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വെച്ച് കണ്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടഫുള്ള കാര്യം അല്ലേ. അത് സ്പാമേഴ്സ് മെയിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, കണ്ടന്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ സ്പാമേഴ്സ് മെയിൽ എന്ത് ചെയ്യും, എപ്പോഴും ഒരു ചെറിയൊരു കണ്ടന്റ്, അതായത് ഒരു നമുക്ക് പിടികിട്ടാത്തൊരു ചെറിയൊരു, നമുക്ക് പിടി കിട്ടിയാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു കണക്ഷൻ ഉണ്ടാവും എന്തായാലും സ്പാം മെയിൽസിന്. ഈ ഒരു കണക്ഷൻ നമുക്ക് മെഷീൻ ലേണിംഗ് വെച്ചെങ്ങാണ്ട് കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ഒരു മെഷീൻ ഈസിലി മെഷീൻ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വരുന്നത് ഫ്രോഡ് ഡിറ്റക്ഷൻ, അതായത് ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻ ഫ്രോഡ് ട്രാൻസാക്ഷൻ ആണ് അല്ലെങ്കിൽ എന്താ പറയുക റിയൽ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണോ എന്നുള്ള ബാങ്കിനെ ക്ലാസിഫൈ ചെയ്യാനും ഈ ബാങ്കിങ് ഫീൽഡിൽ മെഷീൻ ലേണിംഗ് വളരെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പോരാത്തതിന് നമ്മളിപ്പോൾ ഫിംഗർ ലോക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ് റെക്കഗ്നേഷൻ ആയിക്കോട്ടെ, ഇതിലൊക്കെ നമുക്ക് എന്താ കഴിഞ്ഞാൽ ഒരാളുടെ ഫേസിന്റെ, അതായത് നമ്മളെ ഫേസിന്റെ കറക്റ്റ് എന്താ പറയുക സ്ട്രക്ചറും കാര്യങ്ങളും പ്രോഗ്രാമും കൂടി അല്ലെങ്കിൽ അൽഗോരിതം കൂടി ഡിഫൈൻ ചെയ്യാൻ നമുക്ക് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ മെഷീൻ ലേണിംഗ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇതിന്റെ മേലെ നമ്മൾ മോഡൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷീൻ ലേണിങ്ങിന് നമ്മളെ കണ്ണിന്റെ വിടവ് അല്ലെങ്കിൽ മൂക്കിന്റെ ഇതിൻ്റെ ഉള്ള വിടവ് ഇതെല്ലാം കറക്റ്റ് എന്താ പറയുക റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഒരു മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് പിന്നെ ഒരു ഫേസ് കാണുമ്പോൾ ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ നമുക്ക് ഏത് മെഷീൻ ലേണിംഗിൻ്റെ ഹെൽപ്പോടെ സാധിക്കും. എന്ന് വേണ്ട, നമുക്ക് ഏതൊക്കെ ഫീൽഡിലൊക്കെ ഡാറ്റ സെറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയുമോ ആ ഫീൽഡിലൊക്കെ, അതായത് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നമുക്ക് കമ്പ്യൂട്ടറിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും ആ ഫീൽഡിലൊക്കെ നമുക്ക് മെഷീൻ ലേണിംഗ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടും മെഷീൻ ലേണിംഗ് വളരെ യൂസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് മെഷീൻ ലേണിംഗിൻ്റെ നമുക്ക് മെഷീൻ ലേണിംഗ് കുറച്ച് ഹിസ്റ്ററി പഠനം നോക്കാം. അതായത് ഹിസ്റ്ററി ഓഫ് ദ മെഷീൻ ലേണിംഗ്. ഓക്കെ, മെഷീൻ ലേണിംഗ് എന്നൊരു ടേം ശരിക്കും ഒരു 100-200 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്നൊരു കൺസെപ്റ്റ് ഒരു 100-200 വർഷങ്ങൾക്ക് മുന്നേ തന്നെ നിലനിന്ന സംഭവമായിരുന്നു. അതായത് എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ എല്ലാ ടാസ്ക് ചെയ്യാൻ നമ്മളൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതായത് അതിന് വേണ്ടിയുള്ള അൽഗോരിതം എഴുതി കൊടുക്കുക ചെയ്യുക. ഈ അൽഗോരിതമാണ് നമ്മളൊരു മെഷീൻ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറായിട്ട് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക അല്ലേ. എന്നാൽ അന്നേ മുതൽ സയൻറ്റിസ്റ്റ് വിചാരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്നൊരു സാധനമായിരുന്നു, ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഏത്, മെഷീൻസ് തന്നെ അവന് വേണ്ടി അൽഗോരിതംസ് പഠിച്ചിങ്ങാണ്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അല്ലേ. എന്നാൽ മെഷീൻ ലേണിംഗ് എന്ന പദം ശരിക്കും ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആദർ സ്വാമൽ എന്നൊരു അമേരിക്കൻ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആയിരുന്നു കേട്ടോ. അദ്ദേഹം IBM വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ഗെയിമിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്ത് ആ ഗെയിമിംഗ് മോഡൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെക്കേഴ്സ് ഗെയിമില്ല, അതായത് നമ്മൾ ചെസ്സിൻ്റെ ഒക്കെ ഒരു ജൂനിയർ വേർഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ചെക്കേഴ്സ് ഗെയിമിൻ്റെ റൂൾസ് പിന്നെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒരു മോഡലിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഈ ഒരു രണ്ട് മോഡൽസ് തമ്മിൽ കളിക്കുന്ന ഒരു രീതിയിൽ സെറ്റാക്കി വെച്ച് എന്നിട്ട് എന്ത് ചെയ്ത് ഈ സക്സസ് ആയിട്ടും വരുന്ന മൂവ്മെന്റ്സ് ഒക്കെ, അതായത് ഏതൊക്കെ മൂവ്മെന്റ്സ് ആണോ ഓപ്പണന്റ് മൂവ്മെന്റിനെ ഡിഫീറ്റ് ചെയ്യുന്നത് ഈ മൂവ്മെന്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ട് നല്ലൊരു ഐഡിയൽ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് അത് എന്താ ചെയ്യുക, ഒരു ഹ്യൂമൻസിനെ വരെ ഡിഫീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലൊരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് കിട്ടും അവിടെ. അങ്ങനെയാണ് മെഷീൻ ലേണിംഗ് എന്ന അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു മോഡൽ. അതായത് എന്താ പറയുക, ഈ ഒരു മെഷീൻ ലേണിംഗ് ഈ ഒരു മോഡലാണ് ഏറ്റവും ഒരു പ്രീവിയസ്, അതായത് ഏറ്റവും ഫസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട മെഷീൻ ലേണിംഗ് മോഡൽ എന്ന് അറിയപ്പെടുന്നത്. എന്നാലും വേറെയും കുറേ മെഷീൻ ലേണിംഗ്, അലൻ ട്യൂറിംഗ് ആയിക്കോട്ടെ, പല ആൾക്കാരും ഈ ഒരു അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ പഠിക്കാനും എളുപ്പത്തിനും നമുക്ക് ഒരു എന്താ പറയുക ഇതിനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നമുക്ക് ഒരു കറക്റ്റ് ഒരു സ്ട്രക്ചർ, അതായത് ഫസ്റ്റ് തന്നെ മെഷീൻ ലേണിംഗ് ഒരു ഓവർവ്യൂ പറഞ്ഞെന്നുകൊണ്ട് മെഷീൻ ലേണിംഗ് എന്താണ് ഏതാണ് ഡെപ്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ശരിക്കും
അതർ ഫോമിൽ മെഷീൻ ലേണിംഗിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. മെഷീൻ ലേണിംഗ് ഈസ് ദ ഫീൽഡ് ഓഫ് സ്റ്റഡി ദാറ്റ് ഗിവ്സ് കമ്പ്യൂട്ടേഴ്സ് ദ എബിലിറ്റി ടു ലേൺ വിത്തൗട്ട് ബീങ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാംഡ്. അതായത് മെഷീൻ ലേണിംഗ് എന്നാൽ എന്താണ്? അതായത് നമ്മൾ കമ്പ്യൂട്ടേഴ്സിന് കഴിവ് കൊടുക്കുക. എന്ത് കഴിവ്? അതായത് നമ്മൾ കറക്റ്റ് പ്രോഗ്രാം ചെയ്യേണ്ടത് ഏതൊക്കെ ഒരു കാര്യത്തിനാണോ നമ്മൾ പെർഫോം ചെയ്യേണ്ട മെഷീൻ ഉണ്ടാക്കുന്നത്, ആ ഒരു മെഷീനിൻ്റെ മീൻസ് ടാസ്ക് നമ്മൾ മുന്നേ കണ്ടും കണ്ട് അതിന് പ്രീവിയസ് അത് കറക്റ്റ് പ്രോഗ്രാം ചെയ്യാണ്ട് മെഷീൻസ് അവന് വേണ്ടിയ പ്രോഗ്രാംസ് സ്വയം തന്നെ ക്രിയേറ്റ് ചെയ്യുക. അൽഗോരിതം അവൻ സ്വയം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് അദ്ദേഹം മെഷീൻ ലേണിംഗ് എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെഷീൻ ലേണിംഗിന് ശരിക്കും കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു കാൽക്കുലേറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു കാൽക്കുലേറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്യാനുള്ള ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് തന്നെ നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യും? നമ്മളെ അൽഗോരിതം സെറ്റാക്കി കൊടുക്കും, അല്ല അൽഗോരിതം എഴുതി കൊടുക്കും. അതായത് ഇതിപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ അൽഗോരിതം കൊടുക്കും, അല്ലേ? അൽഗോരിതം ഫീഡ് ചെയ്യും. അതായത് ഏതൊക്കെ കാര്യത്തിനാണോ നമ്മളെ മെഷീൻസ് യൂസ് ചെയ്യുന്നത്, ആ ഈ യൂസ് കേസസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കിങ്ങാണ്ട് പ്രോഗ്രാം ചെയ്തുങ്ങാണ്ട് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യും, നമ്മളെ മെഷീനിലേക്ക് ഫീഡ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ഇതിലേക്ക് നമ്മളെ ഇൻപുട്ട് കൊടുക്കും, അല്ലേ? അതായത് ഇൻപുട്ട് കൊടുക്കും, അല്ലേ? ഈ ഇൻപുട്ട് ഈ അൽഗോരിതം ടേംസിൽ വെച്ചും മെഷീൻസ് എന്ത് ചെയ്യും? ഒരു നല്ലൊരു എക്സാക്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലേ? എന്നാൽ മെഷീൻ ലേണിംഗ് അപ്രോച്ചിൽ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മെഷീൻ ലേണിംഗ് അപ്രോച്ചിൽ നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയ, അതായത് മുന്നത്തെ ഉള്ള എക്സ്പീരിയൻസ്, അതായത് മുന്നത്തെ ഡാറ്റ അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഓഫ് അതായത് നമുക്ക് ഏത് ടാസ്ക് ചെയ്യാനുള്ളത് ഈ ടാസ്കിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ഇൻപുട്ട് മാതിരി കൊടുക്കും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും? നമുക്ക് ഏതൊരു കാര്യങ്ങൾക്കാണോ നമ്മൾ ഔട്ട്പുട്ട് വേണ്ടത്, ആ ഔട്ട്പുട്ടും രണ്ടാമതും ഈ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഇൻപുട്ടും നമുക്ക് വേണ്ടി ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമുക്ക് ഏതൊരു ടാസ്ക് ചെയ്യാനുള്ളത് വെച്ചും കണ്ട് ഈ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? ഇവർ തമ്മിൽ ഈ ഇൻപുട്ട് നമ്മൾ കൊടുത്ത എക്സാമ്പിളിൽ നിന്ന് ലേൺ ചെയ്തും കണ്ട് നല്ലൊരു അൽഗോരിതം ലേൺ ചെയ്തും കണ്ട് ഇത് നല്ലൊരു അൽഗോരിതം ലേൺ ചെയ്ത് വെക്കും. ഓക്കെ, പിന്നെ നമുക്ക് നമ്മളെ ഓരോ ആവശ്യത്തിനും ഈ ഇന്ന ടാസ്ക് ചെയ്യാൻ നമുക്കൊരു എക്സാക്റ്റ് ഒരു ഐഡിയൽ മെഷീനായിട്ട് നമുക്ക് നമ്മൾ ഈ കമ്പ്യൂട്ടറിനെ ചൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു മെഷീൻ ലേണിംഗ് കൺസെപ്റ്റ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു ഫസ്റ്റ് തന്നെ മെഷീൻ ലേണിംഗിന് ഫസ്റ്റ് ഒരു ഡാറ്റയിൽ നിന്ന് മെഷീൻ എങ്ങനെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ടേംസ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നൊരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലേ? മീൻസ് എങ്ങനെയാണ് ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ആവുന്നത്, എങ്ങനെയാണ് ഒരു മെഷീൻ ലേൺ ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിലയിൽ ഓവറായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തന്നേക്കാം. അതിപ്പോൾ ഞാനിപ്പോൾ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ആയി. എന്തിനുള്ള മെഷീൻ ലേണിംഗ്? ഇതിപ്പോൾ ടെമ്പറേച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡാറ്റാ സെറ്റ് അല്ലെങ്കിൽ എൻ്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്തായിരിക്കും? അതായത് മുന്നേ നടന്ന കുറച്ചു മുന്നേ നമ്മൾ റെക്കോർഡ് ചെയ്ത കുറച്ച് ടെമ്പറേച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് ഡാറ്റ സെറ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും? ഹ്യൂമിഡിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രഷർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, കാലാവസ്ഥ ആയിക്കോട്ടെ, ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് ഡാറ്റ ആയിരിക്കും എൻ്റെ അതായത് നമ്മൾ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഡാറ്റ സെറ്റ് ആയിരിക്കും. ഇവരെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഒരു ഡാറ്റ സെറ്റ് ആയിട്ട് നമ്മൾ മെഷീനിലേക്ക് സ്റ്റോർ ചെയ്യും, അല്ലേ? അപ്പോൾ ഞാൻ ഇതിന് എൻ്റെ ഡാറ്റ എന്ന് കൊടുത്തു, അല്ലെങ്കിൽ എക്സാമ്പിൾ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഡാറ്റയിൽ നിന്നാണ് ഇവരെന്ത് ചെയ്യുക? എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലേ? എന്നിട്ട് ഈ എക്സ്പീരിയൻസ് ചെയ്ത ഈ ഒരു ഡാറ്റ സെറ്റിൽ നിന്നും ഇവരെന്ത് ചെയ്യും? അതായത് നമ്മളെ മെഷീൻ എന്ത് ചെയ്യും? അതായത് മെഷീൻ ഈ ഒരു ഡാറ്റ ഏതൊക്കെ രീതിയിലാണോ ഓരോരോ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഓരോരോ ഡാറ്റയിൽ ഓരോരോ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണോ നമ്മളെ ടാസ്ക്കായ ടെമ്പറേച്ചറിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ലേൺ ചെയ്യും. അതായത് A to Z കാര്യങ്ങൾ ലേൺ ചെയ്യും, അല്ലേ? എന്നിട്ട് ഈ ലേൺ ചെയ്ത സാധനം എല്ലാം പാടിയും ഒരു ചെറിയൊരു ഫംഗ്ഷൻ ആവും. അതായത് ഈ ലേൺ ചെയ്ത് എങ്ങനെയായിരിക്കും? നമ്മൾ സ്റ്റാറ്റി വെച്ചിട്ട്, അതായത് മാത്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യുക. അതെങ്ങനെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും, എന്നാൽ കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് നമ്മൾ ബേസിക്സ് മുതൽ ഇങ്ങനെ കയറി മീൻസ് കോംപ്ലക്സിലേക്ക് പോവുക ചെയ്യുക. അത് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പം ഈ ഒരു ഡാറ്റ ലേൺ ചെയ്തിങ്ങാണ്ട് അതായത് ലേൺ ചെയ്യും ഡാറ്റയെ ലേൺ ചെയ്യും. എന്നിട്ട് ഈ ലേൺ ചെയ്ത ഡാറ്റ വെച്ചിങ്ങാണ്ട് ഇവൻ എന്ത് ചെയ്യും? അതായത്
ഇപ്പോൾ നമ്മുടെ മെഷീൻ എന്ത് ചെയ്ത് നമ്മൾ കൊടുത്ത എക്സാമ്പിളൊക്കെ ലേൺ ചെയ്തെങ്ങാണ്ട് എങ്ങനെയാണ് ഓരോരോ ഫീച്ചേഴ്സ് ഓരോരോ കാര്യങ്ങൾ എങ്ങനെയാണ് മെഷീൻ ലേണിംഗ് എന്താ പറയുക നമ്മളെ ടാസ്കിനെ അതായത് നമ്മളെ പ്രഡിക്ഷനെ എഫക്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ പഠിച്ചു വെച്ചൊരു മോഡലായിക്കാറും. പിന്നെ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ ഒരു പുതിയ ഒരു നാളത്തെ അതായത് എന്നത്തേതാണോ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നത് അന്നത്തെ കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അന്നത്തെ ഒരു എന്താ പറയുക ഇപ്പോൾ ഹ്യൂമിഡിറ്റി ആയിക്കോട്ടെ ഏതൊരു അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഔട്ട് അതിന് പ്രെഡിക്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇതായിരിക്കും ജനറലൈസിങ് എന്ന് പറയുക അതിനാണ്. അതായത് എന്താ ചെയ്യുക നമ്മൾ ജനറലൈസ് ചെയ്യും. അതായത് നമ്മൾ എന്താ പറയുക കൊടുത്ത ഡാറ്റ ഒക്കെ റീഡ് ചെയ്ത് പഠിച്ചിങ്ങാണ്ട് ഇവരെന്ത് ചെയ്യും അതായത് നമ്മൾ ഏതൊരു ടാസ്ക് ചെയ്യാനാണ് നമ്മൾ എക്സ്പീരിയൻസ് കൊടുത്തത് ഈ എക്സ്പീരിയൻസിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ടാസ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഇത് പോസിറ്റീവ്ലി ആയിക്കോട്ടെ നെഗറ്റീവ്ലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക എങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതൊക്കെ പഠിച്ച് വെച്ചിങ്ങാണ്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക പുതിയൊരു സെറ്റ് പുതിയൊരു പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു പ്രഡിക്ഷൻ വരുമ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിങ്ങാണ്ട് അതിന് ഈസിലി എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് പ്രെഡിക്ഷൻ വാല്യൂ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് എന്താണ് ചെയ്യേണ്ടത് ആ ടാസ്ക് ചെയ്യാൻ മെഷീൻ ലേണിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താ പറയുക കുറച്ച് ടേംസും കുറച്ച് കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറഞ്ഞാൽ പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ഇത് റീഡ് ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ എന്താ ഈ ഒരു നോട്ട് വായിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഠിപ്പിച്ചു തരാം. ഇനി അടുത്തത് വരുന്നത് ലേണിംഗ് പ്രോസസ്സ്. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് കിടക്കുകയാണ്. അത് നേരത്തെ എന്താ പറയുക നമ്മൾ ഓൾറെഡി പറഞ്ഞു ലേണിംഗ് ചെയ്യാറെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഡാറ്റ സെറ്റ് നിന്ന് പഠിക്കുന്നതിനാണ് അതിൽ ഡാറ്റ സെറ്റ് എങ്ങനെയാണോ നമ്മളെ ടാസ്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പഠിക്കുന്നതാണ് ലേണിംഗ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ ഓഫ് ദ ലേണിംഗ് പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഈസ് സെഡ് ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ് ഇ വിത്ത് റെസ്പെക്ട് ടു സം ക്ലാസ് ഓഫ് ടാസ്ക് ടി ആൻഡ് പെർഫോമൻസ് മെഷർ പി ഇഫ് ഇറ്റ്സ് പെർഫോമൻസ് അറ്റ് ടാസ്ക് ഇൻ ടി ആസ് മെഷേർഡ് ബൈ പി ഇംപ്രൂവ്സ് വിത്ത് എക്സ്പീരിയൻസ് ഇ. അതായത് വേറെ ഒന്നുമല്ല, കുറച്ച് എന്താ പറയുക നാവ് കുഴയുന്ന മാതിരി ഡെഫിനിഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പം സം ക്ലാസ്സസ് ഓഫ് ദ ടാസ്ക് എന്ന് ഇവിടെ പറയുന്നത്. അതായത് വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാസ്ക് എന്ന് പറയുമ്പോൾ പല ക്ലാസ്സസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റോബോട്ട് ലേണിംഗ് അതായത് മറ്റേ വാക്കിംഗ് റോബോട്ടിൻ്റെ ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ വാക്കിംഗ് റോബോട്ടാണ് നമ്മുടെ ടാസ്ക് എന്നുണ്ടെങ്കിൽ അതിൽ ഒബ്സ്റ്റക്കിൾ മറികടക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നേരെ നടക്കുക എന്നുള്ളതൊരു മീൻസ് വീയാണ്ട് നടക്കുക എന്നുള്ളതൊരു ക്ലാസ് ആയിരിക്കും അല്ലേ. ഇതിൽ ഏതെങ്കിലും ഒരു ക്ലാസ് നമ്മൾ ഒരു എന്താ പറയുക ഏതെങ്കിലും ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുക പി എന്ന മെഷർമെൻറ്റിൽ എടുക്കുകയാണ്. അതായത് ഇപ്പം മീൻസ് എത്രത്തോളം ഒബ്സ്റ്റക്കിൾ നന്നായിട്ട് മറികടന്ന് ഒബ്സ്റ്റക്കിൾ ഒഴിവാക്കി നടന്നു എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുക പി എന്നൊരു വാല്യൂവിൽ മെഷർ ചെയ്യുകയാണ്. പിന്നെ ഇ എന്നതാണ് നമ്മളെ ഡാറ്റ എന്ന് കൂട്ടിക്കുക. അപ്പം നമ്മളെ എക്സ്പീരിയൻസ് ആയ ഇ കൂടുന്നതിനനുസരിച്ച് നമ്മളെ എന്താ പറയുക ഈ ടാസ്കിൻ്റെ മേലെ അതായത് എത്രത്തോളം നന്നായിട്ട് ഒബ്സ്റ്റക്കിൾ മറികടന്ന് എന്നുള്ളത് പിൻ്റെ വാല്യൂ കൂടുമ്പോഴാണ് ലേണിംഗ് എന്നത് പ്രോസസ്സ് നടക്കുന്നതെന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അതായത് ഡെഫിനിഷൻ പറയുന്നത്. അതായത് എന്താ പറയുക നമുക്ക് ഇഫ് ഇറ്റ്സ് പെർഫോമൻസ് അറ്റ് ടാസ്ക് ടി ആസ് മെഷേർഡ് ബൈ പി ഇംപ്രൂവ്സ് വിത്ത് എക്സ്പീരിയൻസ് ഇ. അതായത് പി വാല്യൂ കൂടുക അതായത് ടാസ്കിൻ്റെ മേലുള്ള ടാസ്ക് ചെയ്യുമ്പോഴുള്ള പി വാല്യൂ കൂടുക എപ്പം നമ്മളെ എക്സ്പീരിയൻസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പിൻ്റെ വാല്യൂ കൂടുന്നതിനാണ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാതിരി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക സ്പീച്ച് റെക്കഗ്നൈസേഷൻ. അതായത് ഇപ്പോൾ സ്പീച്ച് റെക്കഗ്നൈസേഷൻ നമ്മുടെ ടാസ്ക് അല്ല. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് റെക്കഗ്നൈസ് അതായത് സ്പീച്ച് റെക്കഗ്നൈസ് ചെയ്യുക അതായത് സ്പോക്കൺ വേർഡ്സ് റെക്കഗ്നൈസ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് മാറ്റുക അതായത് ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെ എക്സ്പീരിയൻസ് എന്തായിരിക്കും തൗസൻഡ്സ് ഓഫ് റെക്കോർഡഡ് സ്പീച്ച് സ്പീച്ച് സാമ്പിൾസ് ആൻഡ് ദെയർ കറസ്പോണ്ടിങ് ടെസ്റ്റ്. അതായത് എന്താ പറയുക നമ്മൾ ഓൾറെഡി പ്രീ റെക്കോർഡ് ചെയ്ത് വെച്ച വോയിസും അതിൻ്റെ കറസ്പോണ്ടിങ് ടെസ്റ്റിലേക്കും നമ്മളെ എന്താ പറയുക എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതിൽ. അപ്പം പെർഫോമൻസ് മെഷർ എന്തായിരിക്കും പി അക്യുറസി ഓഫ് ദ വേർഡ് റെക്കഗ്നൈസേഷൻ. അതായത് എത്രത്തോളം വേർഡ് കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ടതെന്നല്ലേ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ 1000 എന്നുള്ളത് 2000 എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ പി അതായത് എന്താ പറയുക പെർഫോമൻസ് മെഷർ അതായത് അക്യുറസി കൂടുകയാണ്. കാരണം കുറച്ചും പാടും കണക്ഷൻസ് കിട്ടുകയാണ് കുറച്ചും പാടും എക്സ്പീരിയൻസ് കിട്ടുകയാണ് നമ്മളെ മെഷീൻസിന് എന്തിന് അതായത് വേർഡ്സ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. പിന്നെ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് ഡിറ്റക്ഷൻ എന്നൊരു ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാസ്ക് എന്തായിരിക്കും ട്രാൻസാക്ഷൻ ഫോൾസ് ആണോ അല്ലെങ്കിൽ ഉള്ള അത് എന്താ പറയുക
ഫ്രോഡാണോ അല്ലെങ്കിൽ ശരിയായ ട്രാൻസാക്ഷൻ ആണെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ എക്സ്പീരിയൻസ് എന്തായിരിക്കും, പാസ്റ്റ് ട്രാൻസാക്ഷൻ ഡാറ്റ ലേബിൾഡ് ആസ് ഫ്രോഡ് ഓർ നോട്ട്, അല്ലെങ്കിൽ ഫ്രോഡ് ആണോ അല്ലെങ്കിൽ ശരിയായതാണോ എന്നുള്ളത് ലേബിൾഡ് ചെയ്ത പഴയ ഡാറ്റ സെറ്റ് ആയിരിക്കും നമ്മളെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, എക്സ്പീരിയൻസിൻ്റെ എണ്ണം കൂടുക, അതായത് ഫ്രോഡ് ട്രാൻസാക്ഷൻ്റെ എണ്ണം കൂടുക. അപ്പോൾ അതിന് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും എന്തൊക്കെയാണ് ഫ്രോഡ്, ഏതൊക്കെ രീതിയിലാണ് ഫ്രോഡ് വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് ശരിയായ ട്രാൻസാക്ഷൻ വരുന്നതൊക്കെ അല്ലേ. അപ്പോൾ നമ്മളെ പെർഫോമൻസ് മെഷർ എന്തായിരിക്കും, എത്ര ഫ്രോഡ് എന്ന്, അതായത് നമ്മൾ കൊടുത്ത ഡാറ്റ സെറ്റ് ഒന്നും പാടെ അതിൽ തന്നെ വെച്ച് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഫ്രോഡ് ഡിറ്റക്ട് ചെയ്ത് എത്രത്തോളം ശരിയായത് ഫ്രോഡായി ഡിറ്റക്ട് ചെയ്തില്ല, ആ ഒരു പെർഫോമൻസ് കൂടുന്നതിനാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഡോഗ് vs കാറ്റ് ഇമേജ് ക്ലാസിഫയർ, അതായത് ഒരു എന്താ പറയുക പട്ടിയും പൂച്ചയും തമ്മിലുള്ള ഫോട്ടോസ് തമ്മിൽ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, ഇത് പട്ടിയാണോ പൂച്ചയാണോ എന്നുള്ളത് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു എന്താ പറയുക മോഡലാണെന്നുള്ളതിന് അതിന് നമ്മളെ എക്സ്പീരിയൻസിൽ ടാസ്ക് എന്തായിരിക്കും, അതായത് എന്താ പറയുക മീൻസ് ടു ക്ലാസിഫൈ ഇൻ ഇമേജസ് ഇൻ ടു ഡോഗ് ആൻഡ് കാറ്റ്. എക്സ്പീരിയൻസ് എന്തായിരിക്കും, അതായത് thousands of images of the cats and dogs, അതായത് പട്ടിയുടെ പൂച്ചതായാലോ 1000ഓളം എന്താ പറയുക കുറച്ച് പട്ടിയുടെ ഫോട്ടോസും പിന്നെ കുറച്ച് പൂച്ചയുടെ ഫോട്ടോസും അല്ലേ. അതായത് നമ്മളെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചല്ല എന്താ പറയുക, അതായത് ഇമേജസിൻ്റെ എണ്ണം കൂടും തോറും എന്താ പറയുക മീൻസ് ക്രൈറ്റീരിയ കിട്ടും അല്ലേ, ഏതൊക്കെ രീതിയിലാണോ പട്ടിയെ ഡിഫൈൻ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണോ പൂച്ചയെ ഡിഫൈൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു എന്താ പറയുക ക്രൈറ്റീരിയ കിട്ടും. അപ്പോൾ ഒരു പുതിയ ഇമേജ് വരുമ്പോൾ ഇത് പട്ടിയാണോ പൂച്ചയാണോ ഇഡ്ലി റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയും അല്ലേ. പെർഫോമൻസ് പറഞ്ഞാൽ എന്താ പറയുക അക്യുറസി പെർസെൻറ്റേജ് ഓഫ് ദ കറക്റ്റ് ഇമേജസ് ഓഫ് ദ ക്ലാസിഫൈ, എത്രത്തോളം ശരിയായ ഇമേജസ് വൃത്തിക്ക് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫോമൻസ് മെഷർ P എന്ന് വരിക അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് എന്താ പറയുക മീൻസ് സയൻറ്റിഫിക് അപ്രോച്ച്, അതായത് എങ്ങനെയൊക്കെയാണ് കുറച്ചും പാടും എന്താ പറയുക എക്സാമ്പിൾസ് നമുക്ക് ഡിഫൈൻ ചെയ്ത് പറയും അല്ലേ. അതായത് മെഷീൻ ലേണിങ്ങിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് എന്താ പറയുക ഡിഫൈൻ ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നും പാടി ഒരു എന്താ പറയുക മെഷീൻ ലേണിംഗ് അപ്രോച്ചിനെ പറ്റി നമുക്കൊരു എന്താ പറയുക മീൻസ് നമുക്ക് കുറച്ചും പാടി പരിചയപ്പെടാൻ കഴിയും. ഫസ്റ്റ് തന്നെ വരുന്നത് അസോസിയേഷൻ ലേണിംഗ്, അതായത് റിയൽ ലൈഫ് ഇങ്ങനെ ഒരു എന്താ പറയുക ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം എന്താ പറയുക എങ്ങനെയാണ് മെഷീൻ ലേണിങ്ങിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. അതായത് നമ്മൾ ഒരു ഫീൽഡിൽ അപ്ലൈ ചെയ്തിട്ട് അത് ഒരു ടാസ്ക് നമ്മൾ എക്സാമ്പിൾ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതായത് നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടും അല്ലേ, മാത്തമാറ്റിക്സിൽ അപ്രോച്ച് എങ്ങനെയാണ് വരുന്നത് അല്ലേ, ഇന്നൊരു ടാസ്ക് എങ്ങനെയാണ് മെഷീൻ ലേണിംഗ് ചെയ്യുന്നത് കുറച്ചും കൂടി ഡെപ്തിൽ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു പോവാം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടും അല്ലേ, എങ്ങനെയാണ് മെഷീൻ ലേണിംഗ് ഒരു എന്താ പറയുക ഒരു ടാസ്കിന് അല്ലെങ്കിൽ ഒരു മാത്സ് എങ്ങനെയാണ് ഒരു ടാസ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ, സയൻറ്റിഫിക് അപ്രോച്ച് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള പിന്നിലുള്ള ലോജിക്ക് എങ്ങനെയാണ് റൺ ആവുന്നത് എന്നുള്ള ചെറിയൊരു ഐഡിയ കിട്ടും. അതാകുമ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള പഠിത്തത്തിനും മീൻസ് നമുക്കിത് കണക്ട് ചെയ്ത് പഠിച്ച് പോകാൻ കഴിയും. കുറച്ചും കൂടി മുന്നോട്ട് കണക്ട് ചെയ്ത് നമുക്കുള്ളൊരു ആ കോൺസ്പിറസി അല്ലെങ്കിൽ ഒരു അവിശ്വസനീയത നമുക്ക് ബ്രേക്ക് ആയി കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ് ഓഫ് ദ മെഷീൻ ലേണിംഗിൽ അസോസിയേഷൻ ലേണിംഗ്. അതായത് അസോസിയേഷൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അസോസിയേഷൻസ് കണ്ടുപിടിക്കുക അല്ലേ, രണ്ട് വസ്തുക്കൾ തമ്മിലൊരു അസോസിയേഷൻ കണ്ടെത്തുക. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കിലെ ഒരു പ്രോബബിലിറ്റി കണ്ടീഷൻ പ്രോബബിലിറ്റി ഇല്ല, അതായത് എ എന്നൊരു സംഭവം ഒക്കർ ചെയ്ത് ഈ എ എന്നൊരു സംഭവം ഒക്കർ ചെയ്തത് കൊണ്ട് ബി എന്നൊരു സംഭവം ഒക്കർ ചെയ്യാനുണ്ടാവുന്ന പ്രോബബിലിറ്റി അല്ലേ. അപ്പം ഇതിന് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അതായത് എന്താ പറയുക, അപ്പം അതെങ്ങനെ അവിടെ ജസ്റ്റ് ഒരു അപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ബാസ്ക്കറ്റ് അനാലിസിസ്, അതായത് ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, അതായത് ഫൈൻഡിങ് അസോസിയേഷൻ ബിറ്റ്വീൻ പ്രൊഡക്ട്സ് ബോട്ട് ബൈ ദ കസ്റ്റമേഴ്സ്, അതായത് എന്താ പറയുക കസ്റ്റമേഴ്സ് ഒരുമിച്ച് വാങ്ങിയ സാധനങ്ങൾ, അതായത് കസ്റ്റമേഴ്സ് എന്താ പറയുക എല്ലാവരും പാട് വാങ്ങിയ കുറച്ച് കോമൺ സാധനങ്ങൾ ഉണ്ടാവും അല്ലേ. ഇതിപ്പോൾ ഒരു പാലും ബ്രെഡും ആയിക്കോട്ടെ, ഇപ്പം എന്താ പറയുക ഇവർ തമ്മിലൊരു ഒരു പാല് വാങ്ങിയ ആൾക്കാരൊക്കെ ബ്രെഡ് വാങ്ങുന്നില്ല, ബ്രെഡ് വാങ്ങിയ ആൾക്കാരൊക്കെ പാല് വാങ്ങുന്നുണ്ട് എന്നുള്ളൊരു അസോസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ പാലും ബ്രെഡും ഒരു കണക്ഷൻ ഉണ്ട് നമുക്ക് കിട്ടില്ല, ഒരു അസോസിയേഷൻ ഉണ്ടെന്ന് കിട്ടും അല്ലേ. അപ്പം വേറെ എന്ത് ചെയ്യും, ഇതിപ്പോൾ വേറൊരാൾ പാല് മാത്രം വാങ്ങി നമുക്ക് ബ്രെഡ് അവർക്ക് റെഫർ ചെയ്യാൻ കഴിയും അല്ലേ. ഓക്കെ, ഇഫ് പീപ്പിൾ ഹൂ ബൈ എക്സ് typically also buy Y and if there is a customer who buys X and does not buy Y, അതായത് എന്താ പറയുക നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് എക്സ് വാങ്ങുന്ന എല്ലാവരും Y വാങ്ങുന്നുണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ക്ലാരിറ്റി കിട്ടും, അതായത് എക്സും വൈയും തമ്മിൽ ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ വന്നുകൊണ്ട് എക്സ് മാത്രം Y വാങ്ങി വന്നാൽ നമുക്ക് ഉറപ്പിക്കാതെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാതെ അവർ Y വാങ്ങാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് Y പ്രിഫർ ചെയ്യുക അല്ലെങ്കിൽ Y അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുകയോ ചെയ്യുക അല്ലേ. അപ്പം എന്താ പറയുക ഈ ഒരു അസോസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സെയിലിങ്ങിനെ ബാധിക്കും അല്ലേ. അതായത് നമുക്ക് എന്താ നമ്മളെ മീൻസ് സൂപ്പർ മാർക്കറ്റിലെ എന്താ പറയുക എല്ലാ ഒരു പ്രൊഡക്റ്റും തമ്മിലുള്ള ഒരു അസോസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സെല്ലിങ് കൂട്ടാൻ കഴിയും അല്ലേ, സെയിൽസ് കൂട്ടാൻ കഴിയും. പോരാത്തതിന് നമുക്ക് എന്ത് ചെയ്യുക, ബണ്ടിൽ ഓഫേഴ്സ് കൊടുക്കാനും മീൻസ് പല കാര്യങ്ങൾക്കും നമുക്ക് അനാലിസിന് വരെ നമുക്ക് ഈ ഒരു എന്താ പറയുക മെഷീൻ ലേണിംഗ് അപ്രോച്ച് യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ മെഷീൻ ലേണിംഗ് എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെഷീൻ ലേണിംഗ് ആണ് ഈ ഒരു അസോസിയേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. അതായത് എന്ത് ചെയ്യും, മെഷീൻ ലേണിംഗ് പറയുമ്പോൾ ഈ ഒരു ഡാറ്റകൾ തമ്മിലുള്ള
ഡിപ്പെൻഡൻസി നമ്മൾ എന്ത് ചെയ്യും മെഷീൻ ലേണിംഗ്സിന് സുഖമായിട്ട് കാൽക്കുലേറ്റ് അബ്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് മെഷീൻ ലേണിംഗ് വെച്ചിങ്ങാണ്ട് അല്ലേ. ഇപ്പോൾ ഒരു 3-4 മറ്റേ പ്രൊഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. പക്ഷേ എന്നാൽ ഒരുപാട് ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിൻ ഓഫ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ലോബിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് മീൻസ് അത്യാവശ്യം നല്ലോണം മീൻസ് കൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാവും അല്ലേ. ഈ ഒരു പ്രൊഡക്ട്സ് തമ്മിലുള്ളത് എല്ലുംപാട് നമുക്ക് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. ചിലപ്പം എന്താ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ യൂറോപ്പിൽ അവിടെ ഒരു കൺട്രീസിൽ എന്താ പറയുക മീൻസ് അവർ ഇതേമാതിരി ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടെത്തിയ ഒരു അസോസിയേഷൻസ് ആണ് എന്താ പറയുക ഒരു അസോസിയേഷൻ ആണ്. അതായത് ബിയർ വാങ്ങുന്ന എല്ലാവരും ഡയപ്പർ വാങ്ങുന്നുണ്ട് അല്ലേ. ഈ ഡയപ്പറും ബിയറും തമ്മിൽ ഒരു സ്ട്രോങ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് അതിൻ്റെ പ്രോബിലിറ്റി വരുന്നത് അറൗണ്ട് എനിക്ക് തോന്നുന്നത് പ്രോബിലിറ്റി 0.9 അടുത്ത് പ്രോബിലിറ്റി വരുന്നുണ്ട്. അതായത് 10 ആൾക്കാർ ബിയർ വാങ്ങിയാൽ 9 ആൾക്കാരും ഇത് വാങ്ങുന്നുണ്ട്. എന്താ പറയുക ഡയപ്പർ വാങ്ങുന്നുണ്ട് ഒരു അസോസിയേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ നമുക്കൊരിക്കലും ലോജിക്കലി പോലും ചിന്തിക്കാൻ കഴിയാത്ത പല അസോസിയേഷൻസും അല്ലെങ്കിൽ പല അബ്സ്ട്രാക്ഷൻസും മെഷീൻ ലേണിംഗ് വെച്ചുകൊണ്ട് മെഷീൻ ലേണിംഗ് വെച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് വരുന്ന ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അത് ക്ലാസിഫിക്കേഷനിൽ എങ്ങനെ മെഷീൻ ലേണിംഗ് അപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു ക്ലാസ് കിട്ടുകയാണ്, ഒരു പുതിയൊരു കേസ് കിട്ടുകയാണ്. അപ്പോൾ ഈ കേസ് കിട്ടിയിട്ട് നമ്മൾ പ്രീവിയസ്ലി നമ്മളെ കേസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡാറ്റ ലേൺ ചെയ്ത് കണ്ട് മെഷീൻ ലേണിങ്ങിൻ്റെ അപ്രോച്ച് ചെയ്ത് ലേൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു പുതിയ വരുന്ന ക്ലാസ് ഏത് കാറ്റഗറിയിലേക്ക് വരുന്നതാണെന്നുള്ള നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യും. അതായത് ഐഡൻറ്റിഫൈ കാറ്റഗറി വിച്ച് എ ന്യൂ ഒബ്സർവേഷൻ ബിലോങ്സ് ബേസ്ഡ് ഓൺ എ ട്രെയിൻഡ് ഡാറ്റ വിത്ത് കാറ്റഗറീസ്. അതായത് നമ്മൾ ഓൾറെഡി ഒരു ഡാറ്റ സെറ്റിൻ്റെ മേലെ നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ച ഒരു മോഡൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് വരും, പുതിയൊരു സാധനം വരുമ്പോൾ ഏത് കാറ്റഗറിയിലേക്കാണോ നമ്മൾ ഇതാക്കുന്നത് എന്നുള്ളത് നമുക്ക് അതിലേക്ക് കൊടുക്കാൻ കഴിയും. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബാങ്കിങ് എന്ന് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ബാങ്കിങ്ങിലേക്ക് ഒരു പുതിയൊരു ലോൺ വരികയാണ് അല്ലേ, ബാങ്കിലേക്ക് ഒരാൾ പുതിയൊരു ലോൺ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ബാങ്കിലത്തെ ആൾക്കാർക്ക് ഈ മുന്നേ അതായത് ലോൺ ചെയ്ത ആൾക്കാർ പേ ചെയ്ത ആൾക്കാരും പേ ചെയ്യാത്ത ആൾക്കാരും വെച്ച് കണ്ടാൽ നമുക്ക് ലോ റിസ്ക്കും ഹൈ റിസ്ക് കാറ്റഗറിയിലേക്ക് മാറ്റാൻ കഴിയും അല്ലേ. അതായത് എന്താ പറയുക ഹൈ റിസ്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവും, ലോ റിസ്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവും അല്ലേ, ലോ റിസ്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവും അല്ലേ. ഇപ്പം ഈ ഒരു പുതിയൊരു വന്ന ഒരാൾ ഏതൊരു കാറ്റഗറിയിലേക്കാണോ ഈ ഒരു പുതിയ ആൾ വന്നത് എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അവർക്ക് ലോൺ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് അല്ലേ. ചിലപ്പം അപ്പോൾ നമുക്ക് ഏതൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടേക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഇത് ചിലപ്പം ഇപ്പോൾ ഒരു ജസ്റ്റ് ബേസിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പുതിയൊരാളെ ഒരു കസ്റ്റമറെ ഇൻകം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇൻകം നമ്മൾ നമുക്കൊരു ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഡാറ്റ ലേൺ ചെയ്ത് നമുക്കൊരു ഔട്ട് കിട്ടി. അതായത് നമുക്ക് കിട്ടിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇൻകം ഒരു എമൗണ്ടിന് വലുതും ഇൻകം ഒരു സർട്ടൻ എമൗണ്ടിനെക്കാട്ടും കൂടുതലും അതേപോലെ തന്നെ ആ ഇൻകം വെച്ചുള്ള അദ്ദേഹത്തിൻ്റെ സേവിങ്സ് ഇന്നൊരു എമൗണ്ടിനെക്കാട്ടും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അദ്ദേഹത്തിന് ലോൺ കൊടുക്കാം അല്ല. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്ക് ഈ ഒരു ഡിസ്ക്രിമിനൻ്റ് അതായത് ഈ ഒരു ഡിസ്ക്രിമിനൻ്റ് എന്ന ഫംഗ്ഷൻ എന്താ പറയുക ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വരുന്ന ആൾക്കാരൊക്കെ നമുക്ക് എന്ത് വരുന്നുണ്ട് അതായത് ലോൺ റീപേ ചെയ്യുന്നുണ്ട്. ഇനി അടിയിലേക്ക് വരുന്ന ആൾക്കാരൊന്നും റീപേ ചെയ്യുന്നില്ല. ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഇനി ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയും അല്ലേ. ഡിസ്ക്രിമിനൻ്റ് അതായത് വേറെ ഒന്നുമല്ല. ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് സെപ്പറേറ്റ്സ് എൻ ക്ലാസ് ഫ്രം ഡിഫറെൻറ്റ് ക്ലാസ്സസ്. അതായത് നമുക്ക് കിട്ടിയ ഒരു ന്യൂ ക്ലാസ്സിനെ ബാക്കിയുള്ള ക്ലാസ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസ്ക്രിമിനൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാനൊരു ഗ്രാഫ് മാതിരി വരച്ച് കാണിച്ചു തരാം. അതായത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇപ്പം ഇതാണ് ഒരു എന്താ പറയുക നമ്മൾ ഡാറ്റ ട്രെയിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയൊരു അനലൈസ് ചെയ്തൊരു അതായത് ഒരു ഗ്രാഫിൽ അവരുടെ ഇൻകം ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സർട്ടൻ ഇൻകത്തിൻ്റെ മേലേക്ക് വരുന്നത് ഇത് തീറ്റ വന്ന് റെപ്രസെൻറ്റ് സർട്ടൻ ഇൻകത്തിൻ്റെ മേലേക്ക് ഈ സർട്ടൻ ഒരു വാല്യൂവിൻ്റെ മേലേക്ക് ഇൻകം ഏൺ ചെയ്യുന്ന എല്ലാ ആൾക്കാരും അധികം ആൾക്കാരും ലോൺ റീപേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇവിടെ സേവിങ്സ് അതായത് നമ്മൾ വൈ ആക്സിസിൽ അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ സേവിങ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സേവിങ്സ് ഒരു അടുത്തൊരു വാല്യൂ തീറ്റ 2 എന്ന് കൊടുക്കുക അല്ലേ. ഇതിൻ്റെ മേലേക്ക് വാങ്ങുന്ന ആൾക്കാരൊക്കെ എന്താ പറയുക ഇതിൻ്റെ മേലേക്ക് ഈ സേവിങ്സ് ഈ ഒരു വാല്യൂവിൻ്റെ മേലേക്കുള്ള ആൾക്കാരൊക്കെ ഇത് റീപേ ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക ഹൈ റിസ്ക്കും ലോ റിസ്ക്കും ഈസിലി ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയും. ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അല്ലേ
ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫിൻ്റെ അല്ല ഇവർ തമ്മിലൊരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അതായത് ഈ ഒരു ഗ്രാഫിൻ്റെ ഈ ഒരു ഫീൽഡിൽ ഇതിൻ്റെ മേലേക്ക് വരുന്ന ആൾക്കാരൊക്കെ നമുക്ക് ലോ റിസ്ക് കസ്റ്റമേഴ്സ് ആയിരിക്കും അല്ലേ. ഇവരൊക്കെ ലോ റിസ്ക് കസ്റ്റമേഴ്സ് ആയിരിക്കും അല്ലേ. എന്നാൽ ഇവർക്കൊക്കെ നമ്മൾ ലോൺ പാസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ഹൈ റിസ്ക് കാറ്റഗറി അണ്ടറിൽ വരുന്നെങ്കിൽ അല്ലേ. അപ്പോൾ മീൻസ് ബാങ്കിന് സംശയം ഉണ്ടാവും അല്ലേ, ഇവർ എന്താ പറയുക ലോൺ റീപേ ചെയ്യോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു റിസ്ക് ഉള്ള കാറ്റഗറിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഈസിലി ഇപ്പോൾ നമുക്ക് ഇതൊരു രണ്ട് അതായത് ഇൻകമും സേവിങ്ങും മാത്രമായതുകൊണ്ട് നമുക്ക് ഈസിലി ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഒരു നമുക്ക് മാനുവലി തന്നെ ഗ്രാഫ് വരച്ചിട്ട് ഈസിലി ഇതാക്കാൻ കഴിയും. പക്ഷേ എന്നാൽ ഇപ്പോൾ ഒരു കുറേ കൂടുതൽ അതായത് ഇപ്പോൾ സേവിങ്സ് വരുന്നുണ്ട്, പിന്നെ പല ആൾക്കാരുണ്ട് അല്ലേ. ഇത് പിന്നെ എന്താ പറയുക ഇത് വരുന്നുണ്ട് നമ്മളെ ക്രെഡിറ്റ് സ്കോർ എന്താ പറയുക പല സ്കോറും വെച്ചെങ്ങാണ്ട് ഇപ്പോൾ ബാങ്ക് നടത്തുന്നില്ല. ഇതൊക്കെ ഈസിലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അത്യാവശ്യം ഇത് കുറേ വേരിയബിൾസ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. ഒരാൾ റീപേ ചെയ്യുന്ന ലോൺ റീപേ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് കുറേ വേരിയബിൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഡിപ്പെൻഡൻസീസ് ഒക്കെ നമുക്ക് മാനുവലി ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ മീൻസ് മാനുവലി കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മെഷീൻ ലേണിംഗ് അപ്രോച്ചിലൂടെ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. ഓക്കെ, പിന്നെ അടുത്തത് വരുന്ന ഒരു ആപ്ലിക്കേഷൻസാണ് അതായത് നമ്മളെ പാറ്റേൺ റെക്കഗ്നൈസേഷൻ. ഓക്കെ, അതായത് പാറ്റേൺ റെക്കഗ്നൈസേഷൻ ഇത് എന്താ പറയുക മെഷീൻ ലേണിംഗ് ML നമ്മൾ വളരെ അധികം യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡുമാണ് പാറ്റേൺ റെക്കഗ്നൈസേഷൻ. അതായത് മെഷീൻ ലേണിംഗ് ക്യാൻ ബി യൂസ്ഡ് ടു ഐഡന്റിഫൈ പാറ്റേൺസ്, അതായത് ഐഡന്റിഫൈ ഹിഡൻ പാറ്റേൺസ് ഇൻ ദ ഡാറ്റ. അത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയുള്ള ഹിഡൻ പാറ്റേൺസ് മെഷീൻ ലേണിംഗിന് കൊടുക്കാൻ കഴിയും. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ ഫേസ് റെക്കഗ്നൈസേഷൻ എടുക്കില്ല. ഇത് ഫേസ് റെക്കഗ്നൈസേഷൻ ടൂൾസിലൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓരോരോ ഫോട്ടോ എടുക്കുമ്പോൾ ഈ ഒരു നമ്മളെ ഫോട്ടോസിൻ്റെ തമ്മിലുള്ള നമ്മളെ ഫേസിൻ്റെ തമ്മിലുള്ള പാറ്റേൺസും അല്ല, അതായത് നമ്മളെ ഐകൾ തമ്മിലുള്ള ഐബ്രോസ് തമ്മിലുള്ള ഡിഫറൻസ്, നമ്മളെ ഐയും മൂക്കും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ നമ്മളെ ഫേസിൻ്റെ മൊത്തം ഡിസ്റ്റൻസ് പല ഡിസ്റ്റൻസും മെഷീൻ ലേണിംഗ് ഇത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫേസിൻ്റെ നമ്മളൊരു പുതിയ ആവശ്യം വരുമ്പോൾ നമ്മുടെ ഫേസിൽ എന്താ ഈസിലി നമ്മളാണോ അല്ലെങ്കിൽ വേറെ ആളാണോ എന്നുള്ള റെക്കഗ്നൈസ് ചെയ്ത് നമുക്ക് ഇതാക്കാൻ കഴിയും കേട്ടോ. പിന്നെ അടുത്തത് വരുന്നതാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക് റെക്കഗ്നൈസേഷൻ, അതായത് നമ്മളെ OCR എന്ന് പറയും കേട്ടോ. അതായത് വേറെ ഒന്നുമില്ല, അതായത് എന്താ പറയുക ഇപ്പം അതായത് ഒരു ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു PDF-ൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു നമുക്ക് വേണ്ട ടെക്സ്റ്റ് മാത്രം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ OCR എന്ന ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ OCR പക്ക യൂസ് ചെയ്യുന്നത് ഏതാണ് മെഷീൻ ലേണിംഗ് ആണ്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് ആവശ്യമുള്ള മീൻസ് യൂസ് കേസൊക്കെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്കും ആദ്യം ട്രെയിൻ ചെയ്ത് വെച്ചിങ്ങാണ്ട് ഒരു പെർഫെക്റ്റ് OCR മെഷീൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് നീഡ് അയച്ചു കൊടുത്താൽ ഈ ഒരു PDF-ന്ന് നമുക്ക് വേണ്ടിയ കണ്ടന്റ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം മീൻസ് പുറത്തെടുക്കാൻ കഴിയും. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നതാണ് റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യുക ഓരോ വാല്യൂസോ അല്ലെങ്കിൽ ഒരു ഇന്ന നമ്പർ പ്രെഡിക്റ്റ് ചെയ്യാം. അതായത് ഇപ്പം എന്താ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ predict the values or of a numeric variable based on the observed value of the variable. അതായത് ഒരു സാധനത്തിൻ്റെ ഒരു വാല്യൂ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക എങ്ങനെ, അതായത് ബേസ്ഡ് ഓൺ പ്രീവിയസ്, അതായത് ബേസ്ഡ് ഓൺ ട്രെയിനിങ്. നമ്മൾ മോഡൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് മോഡൽ ഏതൊരു ഡാറ്റൻ്റെ മേലാണ് നമ്മൾ പഠിച്ചത് ട്രെയിൻ ചെയ്തത്, ആ ട്രെയിൻ ചെയ്തതിൻ്റെ വാല്യൂസ് വെച്ചിട്ട് പുതിയൊരു സാധനത്തിൻ്റെ അതായത് അതിനെ കറസ്പോണ്ടിങ് ആയ സാധനത്തിൻ്റെ വാല്യൂ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിഗ്രഷൻ അനാലിസിസ് അല്ലെങ്കിൽ റിഗ്രഷൻ എന്ന ടേമിലൂടെ നമുക്ക് അതിന് പറയുന്ന ടേമാണ് റിഗ്രഷൻ. അല്ലെങ്കിൽ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ, ഒരു ന്യൂമറിക് വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അതായത് ഇപ്പം നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാർസിനൊക്കെ പ്രൈസ് തീരുമാനിക്കുന്ന ഒന്നാണ് മൈലേജ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്. അപ്പോൾ ഇപ്പം എന്താ പറയുക പിന്നെ അതിൻ്റെ മോഡൽ, കളർ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ ചെറിയൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം. അതായത് അടുത്തൊരു ടോപ്പിക്കാണ് റിഗ്രഷൻ എന്ന് പറഞ്ഞത്. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഒരു വസ്തുവിൻ്റെ മൂല്യം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. അതായത് ഇത് പ്രെഡിക്റ്റിംഗ് ദ വാല്യൂസ് ഓഫ് എ ന്യൂമറിക്കൽ വേരിയബിൾ ബേസ്ഡ് ഓൺ ദർ ഒബ്സർവ്ഡ് വാല്യൂസ് ഓഫ് ദ വേരിയബിൾ. അതായത് ആ ഒരു വസ്തുവിൻ്റെ അതായത് നമ്മൾ മുന്നേ ഒബ്സർവ് ചെയ്ത മൂല്യം വെച്ചിട്ട് വാല്യൂസ് വെച്ചിട്ട് ഒരു ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ എന്താ പറയുക ഒരു വണ്ടിൻ്റെ പ്രൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൊച്ചിൻ്റെ എക്സാമിൽ വരുന്ന സ്കോർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പ്രൈസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ആയിക്കോട്ടെ, ന്യൂമറിക്കൽ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്ത് നമ്മൾ റിഗ്രഷൻ എന്ന് പറയാം അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കാറിൻ്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുക. അതായത് എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ട് ഇന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തൊരു കാറിന് എത്രയ്ക്ക് പ്രൈസ് വരിക നമ്മളിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുക എങ്ങനെയായിരിക്കും. ഇത് ഈ ഒരു ക്രൈറ്റീരിയ മാത്രം യൂസ് ചെയ്ത്, അതായത് നമ്മൾ ആകെ കൺസിഡർ ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ അല്ലേ. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഒരു ഗ്രാഫ് ആയിരിക്കും അല്ലേ. അതൊരു ഗ്രാഫിൽ എന്തായിരിക്കും, നമ്മൾ ഒരു ആക്സിസിൽ അതിൻ്റെ D വരും, അതായത് എത്ര ഡിസ്റ്റൻസ്
ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഡാറ്റ കളക്ട് ചെയ്യും അല്ലേ. ഇന്ന ഒരു വണ്ടി ഇന്ന സെഗ്മെന്റിൽ വരുന്ന ഈ വണ്ടി ഒരു ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തപ്പോൾ ഇത്രയൊക്കെ പൈസ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്തതിൽ നമ്മളെ പ്രൈസ് വരും അല്ലേ. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അറ്റ് വണ്ടിക്ക് ഒരു മൂല്യം ഉണ്ടാവും അല്ലേ. ഈ മൂല്യമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പ്രൈസ് ഇത് 0 അറ്റ് അത് 0, അതായത് വണ്ടിൻ്റെ ആ മൂല്യം വെക്കും. അതായത് തീരെ ട്രാവൽ ചെയ്യാത്തൊരു വണ്ടിക്ക് എത്ര പ്രൈസ് വരിക. പിന്നെ എന്ത് ചെയ്യും, വണ്ടി ട്രാവലിൻ്റെ അതായത് 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 10,000 കിലോമീറ്റർ ഓടുന്ന വണ്ടിക്ക് ഇത്ര വെയിറ്റ്, ഈ 15,000 ഓടുത്തത് അങ്ങനെ വന്ന് വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, വണ്ടി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ച് വണ്ടിൻ്റെ പ്രൈസ് കുറയുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അവിടെ ഫോം ചെയ്യുന്നത് അല്ലേ. ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻസ് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്കൊരു എന്താ പറയുക പുതിയൊരു ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത ഒരു പുതിയൊരു ഡിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ ഇന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത വണ്ടിൻ്റെ പ്രൈസ് എത്രയായിരിക്കും നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അതെങ്ങനെ, സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് അല്ലേ. അതിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താണ്, y = mx + c അല്ലേ. ഇത് എല്ലാവർക്കും ബേസിക്സ് ആണ് അല്ലേ. y = mx + c ഇതൊരു ബേസിക്സ് എല്ലാവർക്കും അറിയുന്ന ഇതാണ് അല്ലേ. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതായത് y എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയൊരു പോയിന്റ് അല്ലേ. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ കണ്ടെത്തുന്നത് പ്രൈസ് ആണ്. അപ്പോൾ നമ്മളെ y എന്തായിരിക്കും, ഇവിടെ പ്രൈസ് ആയിരിക്കും വരിക അല്ലേ. അപ്പം y = നമുക്ക് കണ്ടന്റ് പ്രൈസ് അല്ലേ. അപ്പം എം എന്തായിരിക്കും, എം ആണ് നമ്മളെ സ്ലോപ്പ് അല്ലേ. ഇത് സ്ലോപ്പ് എന്താണ്, നമ്മളെ ഈ സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് കിട്ടിയ സ്ലോപ്പ് അല്ലേ. സ്ലോപ്പ് കണ്ടെത്താനുള്ള ഇത് നമുക്കറിയാം. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്ലോപ്പ് കണ്ടെത്താം അല്ലേ. ഈ സ്ലോപ്പാണ് എന്ത് ചെയ്യുന്നത്, അതായത് നമ്മളെ വാല്യൂ, അതായത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് എത്രത്തോളം നമ്മളെ ഇക്വേഷനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്ന ആരായിരിക്കും, അതായത് നമ്മളെ സ്ലോപ്പ് ആയിരിക്കും. സ്ലോപ്പിന് ഞാൻ എന്ത് ചെയ്യുക, നമ്മൾ മെഷീൻ ലേണിങ്ങിൽ പറയാം പാരാമീറ്റേഴ്സ്, ഇന്റേണൽ പാരാമീറ്റേഴ്സ് എന്നാ പറയാം കേട്ടോ. അപ്പം ഇത് y ആണ് നമ്മളെ, m ആണ് നമ്മളെ പാരാമീറ്റേഴ്സ്. അതായത് ഇവിടെ വരുന്നത് സ്ലോപ്പ് അല്ലേ. ഈ സ്ലോപ്പ് നമ്മൾ എന്ത് ചെയ്യും, w എന്ന് ഇതിനെ വെയിറ്റ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. പിന്നെ വരുന്നത് c, അതായത് c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മളെ ഫസ്റ്റ് 0, അതായത് അടുത്ത നമ്മളെ ഇന്റർണൽ പാരാമീറ്റർ, അതായത് വണ്ടിക്ക് 0 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിക്ക് എത്രത്തോളമാണ് വരുന്നത്, അതായത് y ഇന്റർസെക്ഷൻ. ഇത് നമ്മളെ ഇന്റർസെക്ഷൻ എന്ന് പറയും അല്ലേ, ഇന്റർസെക്ഷൻ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്ത് W0 എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ നമ്മൾ മെഷീൻ ലേണിങ്ങിൻ്റെ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു പോയിന്റ്, അതായത് y = എന്താ പറയുക, അതായത് പുതിയൊരു സാധനത്തിൻ്റെ y = W0 + W ഓഫ് വണ്ടി പുതിയ ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലേ. ഈ ഒരു ഇക്വേഷൻ കിട്ടും അല്ലേ. ഈ ഒരു ഫംഗ്ഷനാണ് ഏത്, നമ്മളൊരു പുതിയ പ്രൈസ് തീരുമാനിക്കുന്നത് അല്ലേ. ഇത് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അല്ലേ. ഇത് നമ്മൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയും അല്ലേ. കാരണം ഒറ്റ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലേ. അതായത് നമ്മളെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒറ്റ ഡിസ്റ്റൻസ് ട്രാവൽഡ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പം എന്താ പറയുക, ഒരു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇപ്പോൾ ഒരു വണ്ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. വണ്ടിൻ്റെ മോഡൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്നാൽ വണ്ടിയുടെ ഇയർ ഓഫ് മാനുഫാക്ചറിങ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. വണ്ടിയുടെ കളർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും ഒരു വണ്ടിൻ്റെ പ്രൈസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ കാര്യങ്ങളൊക്കെ വെച്ചിങ്ങാണ്ട് നമുക്കൊരു മാനുവലി നമുക്കൊരു ഫംഗ്ഷൻ കണ്ടെത്തുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. ഈ ഫംഗ്ഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് വണ്ടിയുടെ മൂല്യം അല്ല മീൻസ് പ്രൈസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും അല്ലേ. എന്നാൽ മെഷീൻ ലേണിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എല്ലാത്തിൻ്റെ റിലേഷൻസും ഫംഗ്ഷൻസും കണ്ടെത്തി ഒരു ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കണ്ടെത്താൻ കഴിയും. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, റിഗ്രഷൻ എന്ന് പറയാം അല്ലേ. ഇതിപ്പം കാറിൻ്റെ ആപ്ലിക്കേഷനിൽ ഇങ്ങനെ വരുന്നു, പക്ഷേ വീടിൻ്റെ അപ്ലിക്കേഷന് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്റ്റൻസിന് പകരം സ്ഥലത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ വാട്ടർ ലെവലിലെ വാട്ടർ അവൈലബിലിറ്റി അങ്ങനെ പലതായിരിക്കും റിഗ്രഷനിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ഈ എന്താ ചെയ്യുക, നമുക്ക് മെഷീൻ ലേണിംഗ് പാഡിങ്സ്, അതായത് മെഷീൻ ലേണിങ്ങിൻ്റെ നമുക്ക് നമ്മളെ സബ്ജക്റ്റിൽ കൊടുക്കാം. അടുത്ത ടോപ്പിക്ക് വരുന്നത് മെഷീൻ ലേണിങ്ങിൻ്റെ 4 ഡിവിഷൻസ് അല്ലേ. മെഷീൻ ലേണിംഗ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് മെഷീൻ ലേണിംഗ് പറഞ്ഞാൽ എന്താണ്, അതായത് മെഷീൻ ലേണിംഗ് പറഞ്ഞാൽ ഡാറ്റയിൽ നിന്ന് ലേൺ ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു ഔട്ട് തരിക അല്ല, പുതിയൊരു ഡാറ്റയിൽ നിന്ന് ലേൺ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിന് നമ്മൾ എങ്ങനെയൊക്കെയാണോ ലേൺ ചെയ്യുന്നത് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, 4 ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മെഷീൻ ലേണിംഗ് സിസ്റ്റംസ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ബേസ്ഡ് ഓൺ ഹൗ ദേ ലേൺഡ് ഫ്രം ദ ഡാറ്റ അല്ലേ. അതായത് എങ്ങനെയാണോ ഒരു ഡാറ്റയിൽ നിന്ന് പഠിക്കുന്നത്, നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ 4 ആക്കി ഡിവൈഡ് ചെയ്യുന്നത് പഠിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയായിട്ട്. അതായത് 4 വൈക്കല്ല ബിഹേവ് ചെയ്യുന്നത്, 4 നമുക്ക് എന്ത് ചെയ്യുക, ഓരോ മീൻസ് ഒറ്റ മെഷീൻ ലേണിംഗ് പ്രോഗ്രാമിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പം ഈ ഒരു 3, 1, 2 അല്ലെങ്കിൽ ഈ കാറ്റഗറീസ് തമ്മിൽ ഒപ്പരം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, വർക്ക് ചെയ്യിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. എന്നാലും പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് 4 ആക്കി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് വരുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അതായത് ആ പേരിൽ തന്നെ നമുക്ക് എന്ത് സൂപ്പർവിഷൻ നൽകണം അല്ലേ. നമ്മൾ സൂപ്പർവൈസ് ചെയ്തിട്ടാണ് നമ്മൾ ലേണിംഗ് തുടങ്ങുന്നത്. പിന്നെ വരുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അല്ലേ. അതായത് തീരെ സൂപ്പർവിഷൻ ഇല്ലാണ്ട് നമ്മൾ ലേണിംഗ് ചെയ്യിപ്പിക്കുന്നത് അല്ലേ. പിന്നെ സെമി സൂപ്പർവൈസ്ഡ്, അങ്ങനെ പറയുമ്പോൾ കുറച്ച് സൂപ്പർവിഷൻ കൊടുക്കുന്നുണ്ട്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതായത് പിന്നും മീൻസ്
റൺ ചെയ്യുന്നതോറും നമ്മൾ കൂടുതൽ പഠിക്കുക അല്ലേ. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ പോകാം അല്ലേ. അതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ആവും. പിന്നെ എന്താ പറയുക, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം, ഈ ഒരു സെക്ഷൻ വരുന്നത്. ഫസ്റ്റ് തന്നെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് കേട്ടോ. എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് നോക്കുക അല്ലേ. സൂപ്പർവൈസ്ഡ് ബൈ ദ നെയിം ഇറ്റ്സെൽഫ് സൂപ്പർവിഷൻ. അത് നമ്മൾ സൂപ്പർവൈസ് ചെയ്ത് പഠിപ്പിക്കുക ചെയ്യുന്നത് അല്ലേ. സൂപ്പർവൈസ് ചെയ്യുന്നത് നമ്മൾ ഓരോ ലേണിംഗും നമ്മൾ എന്ത് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് വേർ ദ മോഡൽ ഈസ് ട്രെയിൻഡ് ഓൺ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പെയേഴ്സ് ടു ലേൺ എ മാപ്പിംഗ് ഫ്രം ഇൻപുട്ട് നോൺ ടാർഗറ്റ് ഔട്ട്പുട്ട്. അതായത് എന്താ, നമ്മൾ മോഡൽ ട്രെയിൻ ചെയ്യുക. മോഡൽ ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ മോഡലിനെ ലേൺ ചെയ്യിപ്പിക്കുക അല്ലേ. നമ്മൾ മോഡലിനെ ലേൺ ചെയ്യിപ്പിക്കുക എങ്ങനെ, അതായത് ഇൻപുട്ടും കൊടുക്കുന്നുണ്ട്, ഔട്ട്പുട്ടും കൊടുക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഡിസൈഡ് ആയത് ഔട്ട്പുട്ട്, അതായത് നമ്മളെ ഇൻപുട്ടിൻ്റെ കൂടെ നമുക്ക് എന്താണോ ഔട്ട്പുട്ട് വേണ്ടത് എന്നുള്ളത് നമ്മൾ മുന്നേ തന്നെ ലേൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മെഷീൻസിന് അല്ലെങ്കിൽ മോഡലിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് നമുക്കറിയാം നമ്മൾ എന്താ പറയുക സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ അല്ലേ ഈ റിഗ്രഷൻ സൂപ്പർവൈസ്ഡ് ലേണിങ്. കാരണം എന്താ, അതായത് നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ ഇന്ന ഡിസ്റ്റൻസിൽ ഇത്രയാണ് പ്രൈസ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളെ ക്രൈറ്റീരിയ വരുന്നത് ഡിസ്റ്റൻസ് ആണ്, അവിടെ എത്ര പ്രൈസ് വരുന്നുണ്ട് നമ്മൾ ആദ്യം ഔട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, മെഷീൻസിന് ഈസിലി പഠിക്കാൻ കഴിയും അല്ലേ. എങ്ങനെയാണ് നമുക്ക് ഈ ഇന്റേണൽ പാരാമീറ്റേഴ്സ് ഒക്കെ മെഷീൻസിന് ഈസിലി പഠിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ മെഷീൻ ലേണിംഗ് ദ മെഷീൻ ലേൺ ഫ്രം മെനി എക്സാമ്പിൾസ് ഡാറ്റ ഇൻപുട്ട് ആൻഡ് ദ കറക്റ്റ് ഔട്ട്പുട്ട്. ദേ ലേൺ എ ഫംഗ്ഷൻ ഓർ റൂൾ ദാറ്റ് മാപ്സ് ഇൻപുട്ട് ടു ഔട്ട്പുട്ട്. ലേറ്റർ ഇറ്റ് ക്യാൻ പ്രെഡിക്ട് ദ ഔട്ട്പുട്ട് ഫോർ ന്യൂ ഇൻപുട്ട് ഇറ്റ് ഹാസൻ സീൻ ബിഫോർ. അതായത് നമുക്ക് നേരത്തെ കണ്ട ക്ലാസിഫിക്കേഷനിലും റിഗ്രഷനിലും നമ്മൾ എന്തായത് കണ്ടത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ രണ്ട് ഇതിലും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് സ്പാം ആണോ അല്ലെങ്കിൽ എന്താ പറയുക റിസ്ക് ആണോ ഹൈ റിസ്ക് ആണോ, ഇവിടെ എന്താ വരുന്നത് ഇന്ന പ്രഡിക്ഷനിൽ അതായത് ഇന്ന എന്താ പറയുക കിലോമീറ്ററിൽ ഇന്ന പ്രൈസാണ് വണ്ടിക്ക് വരുന്നത് അല്ലേ. നമ്മൾ ഈ ഡാറ്റ ലേൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്ത് ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ക്രൈറ്റീരിയ വരിക, അതായത് പുതിയൊരു ഡിസ്റ്റൻസ് ട്രാവൽഡ് വരിക, അല്ലെങ്കിൽ പുതിയൊരു എന്താ പറയുക കസ്റ്റമർ വരികയാണ് ലോൺ എടുക്കാൻ. അപ്പോൾ നമുക്ക് ഈസിലി മറ്റെന്താ പറയുക കണ്ടെത്താൻ കഴിയും അല്ലേ. അതായത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ആ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. അതായത് ഈ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. എന്തിൻ്റെ ഈ ഡിസ്ക്രിമിനൻ്റ് എന്ന ഫംഗ്ഷൻ എന്തത് അവനെ എയിലേക്കാണോ ക്ലാസിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അല്ലേ. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കറിയാം വണ്ടിയുടെ അല്ലെങ്കിൽ മീൻസ് വണ്ടിയുടെ പ്രൈസിനെ ഡിറ്റക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് മീൻസ് എമൗണ്ട് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ഇത് അല്ലേ. അപ്പോൾ എത്രത്തോളം സൂപ്പർവിഷൻ അതായത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് നമ്മൾ ഒരു ഡാറ്റ ലേൺ ചെയ്യുന്നത് ഇൻപുട്ട് പ്ലസ് ഔട്ട്പുട്ട് നമ്മൾ ഫീഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയും അല്ലേ. അപ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് രണ്ട് എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ, രണ്ട് അപ്ലിക്കേഷൻസ് ഉണ്ട്, ഒന്ന് ക്ലാസിഫിക്കേഷനും ഒന്ന് റിഗ്രഷനും. ഓക്കെ, അതായത് ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ മെയിൽ സ്പാം ആണോ എന്താണ് ഹാം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ റിഗ്രഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഈസ് റിയൽ നമ്പർ അല്ലേ. അത് നേരത്തെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താ പറയുക അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ പ്രെഡിക്റ്റിംഗ് ഇഫ് എൻ ഇമെയിൽ ഈസ് സ്പാം ഓർ നോട്ട് എ സ്പാം ക്ലാസിഫിക്കേഷൻ വരുന്നതാണ്. പ്രെഡിക്റ്റിംഗ് ദ പ്രൈസ് ഓഫ് എ ഹൗസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫീച്ചേഴ്സ് അത് റിഗ്രഷനിൽ വരുന്നതാണ് അല്ലേ. ഈസിലി നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കണേ. അതായത് എന്താ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ. അതായത് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഓൾറെഡി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിനേറ്റം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അതായത് ക്ലാസിഫിക്കേഷനും റിഗ്രഷൻ തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ അല്ലേ. അപ്പോൾ രണ്ടും മെഷീൻ ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ അതായത് ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് രണ്ടും മെഷീൻ ലേണിങ്ങിൻ്റെ രണ്ട് ടൈപ്സ് ആണ്. എന്നാൽ ഒന്ന് എന്താ ചെയ്യുന്നത്, അതായത് ഫസ്റ്റ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന കാറ്റഗറീസിലേക്ക് അല്ലേ നമ്മൾ ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ച എന്താ പറയുക കിട്ടിയ ഓൾറെഡി ട്രെയിൻ വെച്ച ഡാറ്റ വെച്ചിട്ട് പുതിയൊരു ഡാറ്റ കാറ്റഗറൈസ് ചെയ്ത് ഏതിലേക്കാണോ എന്നിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക പുതിയൊരു കാറ്റഗറിയിലേക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്നും. റിഗ്രഷൻ എന്ന് പറയുമ്പോൾ അറിയുന്ന ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ച ഡാറ്റ സെറ്റിൻ്റെ ഇതുമൂലം എന്ത് ചെയ്യുക ഒരു പുതിയൊരു സാധനത്തിൻ്റെ വാല്യൂ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക, ന്യൂമറിക്കൽ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുക റിഗ്രഷൻ എന്ന് പറയാം. ഇനിയിപ്പോൾ ചോദിക്കുകയാണ് റിഗ്രഷൻ വിത്ത് എക്സാമ്പിൾസ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ്റെ റിഗ്രഷൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാനൊരു ഇത് നിങ്ങൾക്ക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ഫസ്റ്റ് തന്നെ ക്ലാസിഫിക്കേഷൻ വെച്ച് പറയുമ്പോൾ അല്ലേ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതായത് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈസ് കാറ്റഗറി ടു വിച്ച് എ ന്യൂ ഒബ്സർവേഷൻ ബിലോങ്സ് ബേസ്ഡ് ഓൺ ദ ട്രെയിനിങ് ഡാറ്റ വിത്ത് നോൺ കാറ്റഗറീസ്. ഓക്കെ, അതായത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതായത് നമ്മൾ പുതിയൊരു കാറ്റഗറി അതായത് പുതിയ വരുന്ന ഒരു ഇൻപുട്ട് ഏത് കാറ്റഗറിയിലേക്കാണോ വരുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ത് വെച്ചിട്ട് അതായത് നമ്മൾ മുന്നേ ട്രെയിൻ ചെയ്ത മോഡലിൻ്റെ
എന്താ പറയുക ക്രൈറ്റീരിയ വെച്ചിട്ട് പുതിയ ഔട്ട്പുട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന പുതിയ കാറ്റഗറിയിലേക്ക് നമ്മൾ മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം അല്ലേ. ഏറ്റൊരു എന്താ പറയുക എക്സാമ്പിൾ ഞാൻ എന്താ പറയുക ചെറിയൊരു ബേസിക് എക്സാമ്പിൾ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഒരു ഡാറ്റ സെറ്റ്, അതായത് എനിക്കിപ്പോൾ മഴ പെയ്യുന്ന ടെമ്പറേച്ചർ ഏത് റെയിനിങ് ആണോ അല്ലെങ്കിൽ നോട്ട് എ റെയിൻ, റെയിനിങ് മഴ പെയ്യുന്നുണ്ടോ മഴ പെയ്യുന്നില്ലെന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതായത് കുറച്ച് മുന്നേത്തുള്ള അതായത് മഴ പെയ്യുമ്പോഴുള്ള കുറച്ച് വാല്യൂസും മഴ പെയ്യുമ്പോൾ ഇതെൻ്റെ ഡാറ്റ സെറ്റാണെന്ന് വിചാരിച്ചോ. അതായത് ഇവിടെ ഞാൻ എന്ത് ചെയ്തു 3 കോളംസ്, അതായത് ഒന്ന് നമ്മളെ ഹ്യൂമിഡിറ്റി, ഒന്ന് ടെമ്പറേച്ചർ, ഒന്ന് മഴ പെയ്യുന്നുണ്ടോ ഇല്ലേ, ഇത് റെയിനിങ് ആണോ അല്ലെങ്കിൽ നോട്ട് റെയിനിങ് ആണോ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഹ്യൂമിഡിറ്റി ഇപ്പം 90, കുറച്ച് ഒരു ഡാറ്റ സെറ്റിൻ്റെ ഞാൻ കളക്ട് ചെയ്ത എക്സാമ്പിൾസ്, അതായത് ഒരു എന്താ പറയുക സാമ്പിൾ എക്സാമ്പിൾസ് ആണ്. ഇപ്പം ഇവിടെ 22 മഴ പെയ്യുന്നുണ്ടോ, യെസ്. പിന്നെ 75, 28 മഴ പെയ്യുന്നുണ്ടോ, നോ. പിന്നെ 85, 24 പിന്നെ മഴ പെയ്യുന്നുണ്ടോ, യെസ്. പിന്നെ ഒരു 60, 30 മഴ പെയ്യുന്നുണ്ടോ, നോ. ഓക്കെ, ഈ ഒരു ഇതിൽ വെച്ചെങ്ങാണ്ട് എന്താ ചെയ്യുക ക്ലാസിഫൈ ചെയ്യാനാണ്. അതായത് മഴ പെയ്യുന്നുണ്ടോ മഴ പെയ്യുന്നില്ലെന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതാണ് എൻ്റെ ഡാറ്റ സെറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു മെഷീൻ ലേണിംഗ് മോഡൽ എന്ത് ചെയ്യും, ട്രെയിൻ ചെയ്യും അല്ലേ. ട്രെയിൻ ചെയ്തെങ്ങാണ്ട് മോഡൽ, അതായത് നമ്മൾ ട്രെയിൻ ചെയ്ത മോഡലിൽ മനസ്സിലാവും ഇന്ന ഒരു 90%, 90ൽ 22 അല്ലേ. അപ്പോൾ മഴ പെയ്യാൻ ഈ ഹ്യൂമിഡിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ടാവും അല്ലേ. നമ്മൾ നേരത്തെ ഒരു ഡിസ്ക്രിമിനൻറ്റ് കണ്ടെത്തിയ പോലെ ഒരു ഡിസ്ക്രിമിനൻറ്റ് ഉണ്ടാവും അല്ലേ. മഴ പെയ്യാൻ ഇത്ര ഇത് വേണം, പിന്നെ ഇത്ര ഹ്യൂമിഡിറ്റി വേണം, മഴ പെയ്യാൻ ഇത്ര ടെമ്പറേച്ചർ വേണം, അല്ലെങ്കിൽ മഴ പെയ്യാണ്ടിരിക്കാൻ ഇത്ര ഹ്യൂമിഡിറ്റി ഇത്ര ഇതിൻ്റെ താഴത്തേക്ക് പോകണം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇത്രതിൻ്റെ മേലേക്ക് പോകണം എന്നുള്ളതേക്കും ഒരു ഡിസ്ക്രിമിനൻ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു പുതിയൊരു ഇൻപുട്ട് വരികയാണ്. ഇപ്പം 65, അതായത് 65 and 25, അതായത് മഴ പെയ്യുന്നുണ്ടോ മഴ പെയ്യുന്നില്ല എന്നുള്ള ഈ ഒരു ഹ്യൂമിഡിറ്റി 65ഉം ടെമ്പറേച്ചർ 25 വെച്ചിങ്ങണ്ട് ആ ഒരു ക്രൈറ്റീരിയയിൽ മഴ പെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും, ക്ലാസിഫിക്കേഷൻ മോഡലിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണ്. ഇൻപുട്ട് 65, 25 കൊടുക്കുമ്പോൾ ആ ഡിസ്ക്രിമിനൻസിൻ്റെ ഇടയിൽ വരുന്നതാണോ, ഏത് കാറ്റഗറിയിലേക്ക് വരുന്നതാണെന്ന് വെച്ചിങ്ങാണ്ട് നോട്ട് ട്രെയിനിങ് എന്നുള്ളത്, അല്ലെങ്കിൽ ട്രെയിനിങ് ആണോ അല്ലെങ്കിൽ നോട്ട് ട്രെയിനിങ് എന്നുള്ളതാണോ എന്നുള്ളത് എന്ത് ചെയ്യുക നമുക്കൊരു ഔട്ട് ലഭിക്കും. പിന്നെ വരുന്നത് റിഗ്രഷൻ ഓൾറെഡി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, അതൊരു നല്ലൊരു എക്സാമ്പിൾ ആണെന്നാണ് തോന്നുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പുതിയൊരു ഇതിൽ എന്ത് ചെയ്യുക, റെയിനിങ്ങിൻ്റെ റെയിൻ റേറ്റ് എന്ന് വെച്ചിങ്ങാണ്ട് നമുക്ക് ഒരു വാല്യൂ കൊടുക്കുക അല്ലേ. നോ വരുമ്പോഴൊക്കെ നമുക്ക് 0.0 ആയിരിക്കും നമ്മളെ ഇത് റെയിനിങ്ങിൻ്റെ വരുന്നത്. ഇവിടെ നമ്മൾ റെയിനിങ്ങിൻ്റെ എത്രത്തോളം ഹ്യൂമിഡിറ്റിനെ എത്രത്തോളം മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതിന് റിഗ്രഷനിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു 12.5ഉം ഇവിടെ ഒരു 8.0ഉം ഓക്കെ 2 വാല്യൂ കൊടുത്തു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതായത് റേറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ റിഗ്രഷൻ വെച്ച് കണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് എത്ര എമൗണ്ട് ഓഫ് റെയിൻ കിട്ടുന്നുണ്ടെന്ന് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ മെഷീൻ ലേണിംഗ് മോഡൽ റിഗ്രഷൻ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഈസിലി ലഭിക്കും. ഏത് രീതിയിലാണെന്നുള്ള ഫങ്ഷൻസും ഇതും ഒരു എന്താ പറയുക ഓക്കെ റിഗ്രഷൻ മീൻസ് ലീനിയർ റിഗ്രഷനിലേക്ക് വരിക. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഓക്കെ, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരെ സൂപ്പർവിഷൻ കൊടുക്കുന്നില്ല. ഇതിൽ നമ്മുടെ ഡാറ്റ, അതായത് നമ്മൾ കൊടുക്കുന്ന എക്സാമ്പിൾ തീരെ സൂപ്പർവിഷൻ കൊടുക്കുന്നില്ല. അതായത് എന്താ പറയുക, നമ്മൾ ഇൻപുട്ട് മാത്രം കൊടുക്കുകയുള്ളൂ അല്ലേ. അപ്പം അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഇസ് എ ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് വേർ ദ മോഡൽ ഈസ് ഗിവൺ ഓൺലി ഇൻപുട്ട് ഡാറ്റ ആൻഡ് മസ്റ്റ് ഡിസ്കവർ ഹിഡൻ പാറ്റേൺസ്, സ്ട്രക്ചേഴ്സ് ഓർ ഗ്രൂപ്പിംഗ് വിത്തൗട്ട് ലേബിൾഡ് ഔട്ട്പുട്ട്സ് അല്ലേ. അതായത് നമ്മൾ ലേബിളായ ഔട്ട്പുട്ട് കൊടുക്കുന്നില്ല അല്ലേ. അതായത് നമുക്ക് ഇൻപുട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺ ഹിഡ് ചെയ്യാൻ അല്ലേ. അതായത് ആ നമ്മൾ കൊടുത്ത ഇൻപുട്ടിന് തമ്മിലുള്ള ഡാറ്റാസ് തമ്മിലുള്ള പാറ്റേൺസ് ഇതാക്കാൻ, പിന്നെ സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാനാണ് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് നമ്മൾ റിഗ്രഷനും എന്താ പറയുക ക്ലാസിഫിക്കേഷനുമാണ് ഇത് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഔട്ട് വരുന്നത്. മീൻസ് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നെങ്കിൽ നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ എന്തിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനും, അത് ഓൾറെഡി പറഞ്ഞ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിംഗ് സിമിലർ ഐറ്റംസ് ഇൻ ടു ക്ലസ്റ്റേഴ്സ് അല്ലേ. അതായത് എന്താ പറയുക, നമ്മൾ കൊടുത്ത ഇൻപുട്ട് ഡാറ്റാ സെറ്റിലെ സിമിലർ ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്ലസ്റ്റേഴ്സ്, അത് ഓരോരോ ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്യാൻ കഴിയും അല്ലേ. നമ്മൾ അവിടെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്, അത് കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ ഇൻ ദ മാർക്കറ്റിംഗിൽ നമ്മൾ ഓരോ കസ്റ്റമേഴ്സ് ഏതൊക്കെ വിഭാഗത്തിൽ പെടുന്നതാണ് അല്ലേ. കസ്റ്റമേഴ്സിനെ പല എന്താ പറയുക
ക്രൈറ്റീരിയ ഉണ്ടാവും അല്ലേ. ഇപ്പം എന്താ പറയുക, കസ്റ്റമേഴ്സ് ചിലപ്പം മീൻസ് ഏജ് കാറ്റഗറി ഉണ്ടാവും അല്ലേ. വയസ്സായ ആൾക്കാർ വാങ്ങുന്നതാവില്ല, ഇത് കുറച്ച് മീൻസ് കുറച്ച് യുവാക്കൾ വാങ്ങുന്നത് അല്ലേ. പോരാത്തതിന് ഇപ്പം എന്താ പറയുക, മീൻസ് ലേഡീസ് വാങ്ങുന്നതാവില്ല, ജെൻസ് വാങ്ങുന്നത്, അങ്ങനെ പല പല ക്രൈറ്റീരിയസ് ഉണ്ട് അല്ലേ. ഈ ക്രൈറ്റീരിയസ് ഒക്കെ വെച്ച് കണ്ട് നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ തന്നെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതൊരു വരുന്നതാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. അതായത് എന്താ പറയുക, ഒരു ഡാറ്റേൻ്റെ അതായത് നമ്മളെ കൊടുത്ത ഇൻപുട്ടിൻ്റെ ഡാറ്റേൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഒരു കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഡാറ്റ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടത് അല്ലേ. നമ്മുടെ ഡാറ്റ സെറ്റിന് നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് കിട്ടും. ഒരു ആവശ്യമില്ലാത്ത റെപ്രസെൻറ്റേഷൻ നമുക്ക് ഒഴിവാക്കിക്കാണ്ട് ആവശ്യമുള്ളത് മീൻസ് ഒരു ഡാറ്റനെ എന്താ പറയുക, മീൻസ് ഒരു ഡാറ്റൻ്റെ ഡയമെൻഷൻസ് നമുക്ക് കുറയ്ക്കാൻ കഴിയും അല്ലേ. അതായത് എന്താ പറയുക, ഫൈൻഡിങ് എ സിംപ്ലർ ലോവർ ഡയമെൻഷൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡാറ്റ അല്ലേ. അതായത് ഒരു ഡാറ്റ സെറ്റിൻ്റെ എന്താ പറയുക, ഇപ്പോൾ ഒരു ഡാറ്റ ഇപ്പോൾ ഏത് തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു സ്റ്റുഡൻസിൻ്റെതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ സെറ്റും ആവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രം ബാക്കിയുള്ളത് കളയാനാണ് PCA എന്ന് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ PCA കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞു പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹൈ ക്വാളിറ്റി ഇമേജസ് എന്നൊക്കെ ലോ ക്വാളിറ്റി ഇമേജസ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇമേജസിൻ്റെ റെസൊല്യൂഷൻ കുറയ്ക്കുക, എന്നാൽ ഇമേജസ് കൺവേ ചെയ്യുന്ന മെസ്സേജ് അല്ലെങ്കിൽ ഇമേജസിൻ്റെ മീനിങ് ഒരിക്കലും മാറാൻ പറ്റില്ല. ഓക്കെ, അതിൽ ഒരു മോഡലാണ് PCA എന്ന് പറഞ്ഞാൽ. PCA എന്താണ് നമ്മളിത് കുറച്ച് അടുത്ത മോഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഔട്ട്ലൈർ ഡിറ്റക്ഷൻ, അതായത് സ്പോട്ടിംഗ് അൺയൂഷ്വൽ ഡാറ്റ പോയിന്റ്സ്. ഔട്ട്ലൈർ ഡിറ്റക്ഷൻ അതായത് നമ്മൾ ഈ ഫ്രോഡ് ഡിറ്റക്ഷൻ ഒക്കെ ചെയ്യുന്നില്ല, അതൊക്കെ ഈ ഒരു ഔട്ട്ലൈർ ഡിറ്റക്ഷനിൽ വരുന്നതാണ്. അതായത് എന്താ പറയുക, ഓരോ കാറ്റഗറീസ്, അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക, മീൻസ് ഒരു നോർമലി റണ്ണായി പോയിരിക്കുന്ന നോർമലി ഒരു ഫ്ലോ ഉള്ള ഒരു ഡാറ്റ സെറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏതൊരു ഡാറ്റ സെറ്റാണോ അല്ലെങ്കിൽ ഏതൊരു ഡാറ്റ വേരിയബിൾ ആണോ പെരുമാറുന്നത് അതായിരിക്കും അനോമലി അല്ലെങ്കിൽ ഔട്ട്ലൈർ ഡിറ്റക്ഷന് വരുന്നത്. പിന്നെ ഒന്നുപാടി വരുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഒരു അസോസിയേഷൻ ലേണിംഗ് ഇല്ലേ, അതും ഇതിൽ വരുന്നതാണ്. അസോസിയേഷൻ ലേണിങ്ങും അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. ഓക്കെ, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് എന്താ പറയുക, സെമി സൂപ്പർവൈസിംഗ് ഈസ് ദ ലേണിംഗ് മെത്തേഡ് വേർ ദ സിസ്റ്റം ഈസ് ഗിവൺ എ സ്മോൾ എമൗണ്ട് ഓഫ് ദ ലേബിൾഡ് ഡാറ്റ ആൻഡ് എ ലാർജ് എമൗണ്ട് ഓഫ് അൺലേബിൾഡ് ഡാറ്റ. ഇറ്റ് കമ്പൈൻസ് ദ സ്ട്രെങ്ത് ഓഫ് ദ സൂപ്പർവൈസ്ഡ് ആൻഡ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അതായത് നമ്മുടെ ഡാറ്റ സെറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സൂപ്പർവൈസ്ഡ് ഡാറ്റ സെറ്റ് കൊടുക്കും. അതായത് എന്താ പറയുക, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു എന്താ പറയുക, ഒരു അക്കാഡമിക് പെർഫോമൻസിൻ്റെ സ്റ്റുഡൻസ് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എല്ലാ സ്റ്റുഡൻസിൻ്റെ ഇതും കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ആൾക്കാരുടെ മാത്രം ലേബിൾ ചെയ്ത് വെക്കും അല്ലേ. അതായത് ഇന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു 1000 എന്താ പറയുക സ്റ്റുഡൻസിൻ്റെ കറക്റ്റ് റെക്കോർഡ് വെച്ചിങ്ങാണ്ട് കറക്റ്റ് എന്താ പറയുക ഡാറ്റ കളക്ട് ചെയ്തുങ്ങാണ്ട് ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ എല്ലാം ബിഹേവിയർ മാത്രം സെലക്ട് ചെയ്തുങ്ങാണ്ട് എന്ത് ചെയ്യും, ഇത് നമുക്ക് ഈ ഒരു ഡാറ്റ സെറ്റ് എങ്ങനെയാണോ ഈ ഒരു 1000 സ്റ്റുഡൻസ് പെരുമാറുന്നത് അത് വെച്ചിങ്ങാണ്ട് എന്ത് ചെയ്യും, ഈ ബാക്കിയുള്ള 10,000 ആൾക്കാർ അല്ലെങ്കിൽ 1,00,000 കുട്ടികളെ എന്ത് ചെയ്യും, ക്ലാസിഫൈ അല്ലെങ്കിൽ ഒരു കുട്ടികളെ സ്റ്റഡി ചെയ്യാനാണ് നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് എന്തിനാണ് അത് ഉപകാരപ്പെടുന്നത് പറഞ്ഞാൽ ഈ ഡാറ്റ കളക്ഷൻ ഡാറ്റ സ്റ്റോറിങ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ് സംഭവമാണ്. അതൊക്കെ ഒഴിവാക്കാനും മീൻസ് അതിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് സിൻസ് ലേബിളിംഗ് ഡാറ്റ ഈസ് ഓഫൺ എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് മേക്സ് യൂസ് ഓഫ് എ ഫ്യൂ ലേബിൾഡ് ഡാറ്റ എക്സാമ്പിൾസ് to learn basic mapping and then uses these patterns to unlabeled data to improve its understanding, assuming that similar inputs are likely to have similar outputs. അതായത് വേറെ ഒന്നുമില്ല, എന്താ പറയുക, നമ്മൾ ഒരു ചെറിയൊരു 10,000 ഡാറ്റ കുട്ടികളുടെ മേത്തുള്ള ഡാറ്റ സെറ്റിൽ നിന്നും ആ ഒരു പാറ്റേൺ കണ്ടെത്തിങ്ങാണ്ട് നമ്മൾ എന്ത് ചെയ്യും, അസ്യൂം ചെയ്യും ഈ ബാക്കി വരുന്ന 10,000 ആൾക്കാർക്കും ഇതൊരു പാറ്റേൺ എനിക്ക് ഫോളോ ചെയ്യാന്ന് വെച്ചിങ്ങാണ്ട് ആ ഒരു പാറ്റേണും മീൻസ് ഒറ്റൊന്നിനും മീൻസ് ഗ്രൂപ്പ് ചെയ്തുങ്ങാണ്ട് സെയിം ഇത് ചെയ്യും. അതായത് സെയിം അനലൈസിങ് നടക്കുന്നതാണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. അതായത് റീഇൻഫോഴ്സ്ഡ് ലേണിംഗ് ഇതിനൊക്കെ കുറച്ച് ഡിഫറൻസ് ആയിട്ട് വരുന്നതാണ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞ ഇത് നമ്മൾ ഫസ്റ്റ് മെഷീൻ ലേണിംഗ് മോഡലില്ലേ, അതായത് എന്താ പറയുക, നമുക്ക് ഓരോരോ പ്രാവശ്യം ഇത് ആ ചെക്കേഴ്സ് ഗെയിം കളിക്കുമ്പോൾ മീൻസ് ഏതൊക്കെ മൂവ്മെൻ്റ് ആണോ സക്സസ് ആവുന്നത് ഈ മൂവ്മെൻറ്റ്സിനൊക്കെ മെഷീൻ ലേണിംഗ് എന്താ ചെയ്യുക, അതായത് ഈ മൂവ്മെൻറ്റ്സൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് കണ്ട് ലാസ്റ്റ് വരുന്ന ഔട്ട് എന്തായിരിക്കും, അതായത് മീൻസ് സക്സസീവ് മൂവ്മെൻറ്റ്സ് മാത്രം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഒരു മോഡലല്ലേ അല്ലേ. ഈ ഒരു കൺസെപ്റ്റാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ വരുന്നത്. അതായത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് വേർ ആൻ ഏജന്റ് ലേൺസ് ടു മേക്ക് ഡിസിഷൻസ് ബൈ ഇന്ററാക്ടിങ് വിത്ത് ആൻ എൻവിറോൺമെന്റ്. അതായത് ഒരു ഏജന്റ് ഈ എൻവിറോൺമെന്റ് ഇന്ററാക്ട് ചെയ്യും അല്ലേ. അതിപ്പോൾ എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ചെക്കേഴ്സ് ഗെയിമിൽ നമ്മളെ എൻവിറോൺമെന്റ് എന്തൊക്കെയാണ്, മുന്നിലുള്ള
ടീമായിരിക്കും നമ്മൾ, അതായത് ഏതൊക്കെ ഇതിലാണ് നമ്മളെ ഏജന്റ് പറഞ്ഞാൽ ഇപ്പോൾ ഗെയിം കളിക്കുമ്പോൾ നമ്മളെ ഏജന്റ് ഏതായിരിക്കും, ഗെയിം ആയിരിക്കും. ഇപ്പോൾ വേറൊരു ഇതിനാണെങ്കിൽ റോബോട്ടിനെ നമ്മൾ വോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന ഒരു ഫീൽഡ് മീൻസ് ഒരു ലേണിംഗ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ റോബോട്ടിക്ക് നമ്മൾ ഏജന്റ് അല്ലേ. ഈ ഏജന്റ് അവൻ ഏതിനൊക്കെയാണോ ബിഹേവ് ചെയ്യുന്നത്, ഏതിൻ്റെതൊക്കെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, അതായിരിക്കും അവൻ്റെ എൻവിറോൺമെന്റ് അല്ലേ. ഈ ഒരു എൻവിറോൺമെന്റിനെ ലേൺ ചെയ്യുക എങ്ങനെ, ഒരു മീൻസ് എങ്ങനെ ലേൺ ചെയ്യണമെന്നുള്ള ഡിസിഷൻ മേക്ക് ചെയ്യും, എങ്ങനെ, അതായത് ഇന്ററാക്ടിങ് വിത്ത് ഇറ്റ് റിസീവ്സ് റിവാർഡ്സ് ഓർ പെനാൽറ്റീസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ആക്ഷൻസ് ആൻഡ് ലേൺസ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി കോൾഡ് പോളിസി ടു മാക്സിമൈസ് ദ ടോട്ടൽ റിവാർഡ് ഓവർ ടൈം. ഇത് മീൻസ് ഒന്നുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു റീഇൻഫോഴ്സ്മെന്റ് ലേണിങ്ങിൽ എന്ത് ചെയ്യും, അതായത് അവൻ എന്ത് ചെയ്യും, ഒരു പുതിയൊരു അവൻ്റെ എൻവിറോൺമെന്റിൽ, അതായത് അവൻ ആക്ഷൻ എടുക്കും, അതായത് ഒരു ഏജന്റ് ഒരു ആക്ഷൻ എടുക്കും. ഈ ആക്ഷന് എന്ത് ചെയ്യും, നല്ല സക്സസീവ് ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എൻവിറോൺമെന്റ് ഒരു റിവാർഡ് കൊടുക്കും, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊരു റിവാർഡ് കൊടുക്കും. ഈ റിവാർഡ് ഇപ്പം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവൻ ഇതൊന്നുപാട് എങ്ങനെ നീറ്റായിട്ട് നോക്കാന്നുള്ളത് പോളിസി, അതായത് അവൻ്റെ ഒരു പോളിസി ഉണ്ടാവും, ആ പോളിസിയിൽ അവൻ മാറ്റം വരുത്തില്ല. അപ്പോൾ അടുത്ത ആക്ഷന് ഈ പോളിസി അനുസരിച്ചിട്ട് ഏത് ഒന്നുപാട് നല്ലൊരു വൃത്തിക്ക് അടുത്ത മൂവ്മെന്റ് ചെയ്യും. ഇപ്പോൾ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ ഇപ്പോൾ ചെയ്ത പോളിസി ഒഴിവാക്കിയിട്ട് പുതിയൊരു പോളിസി ഉണ്ടാക്കും, ഇങ്ങനെയല്ല മൂവ് ചെയ്യേണ്ടത്, മറ്റേ രീതിയിലാണ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതാൻ കണ്ട്. ഓക്കെ, ഇതാണ് ഒരു എന്താ പറയുക റീഇൻഫോഴ്സ്മെന്റ് ലേണിങ്ങിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു റോബോട്ട് നമ്മൾ നടക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എന്തായിരിക്കും ഏജന്റ് ആയിരിക്കും, റോബോട്ടായിരിക്കും അല്ലേ, ഏജന്റ് റോബോട്ടായിരിക്കും അല്ലേ. ഇപ്പോൾ റോബോട്ടിന്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ, വോക്ക് ചെയ്യുന്ന റോബോട്ടിന്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ അവൻ്റെ ആക്ഷൻ എന്തായിരിക്കും, നടക്കുക എന്നുള്ളതായിരിക്കും അവൻ്റെ ആക്ഷൻ അല്ലേ. അപ്പോൾ അവൻ്റെ ആക്ഷന് നടന്ന്, അപ്പോൾ അവൻ്റെ എൻവിറോൺമെന്റിൽ ആക്ട് ചെയ്ത് അല്ലേ. അപ്പോൾ നടന്നപ്പം ഫ്ലോറിൽ വൃത്തിക്ക് നിന്ന്, ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി നിന്ന്, ഇതൊക്കെ അവൻ്റെ എൻവിറോൺമെന്റ് ആണ് അല്ലേ. അപ്പോൾ എൻവിറോൺമെന്റ് ചെയ്യും അവൻ്റെ സക്സസ് അനുസരിച്ചിട്ട് അവനൊരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവോ, സക്സസ് ആണോ ഫെയിലിയർ ആണോ അനുസരിച്ച് പോസിറ്റീവ് റിവാർഡ് അല്ലെങ്കിൽ നെഗറ്റീവ് റിവാർഡ് കൊടുക്കും അല്ലേ. ഇപ്പോൾ ഒരു പോസിറ്റീവ് റിവാർഡാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ പോളിസിയിൽ ചെറിയ ചേഞ്ച് വരുത്തും, അതായത് കുറച്ചും പാടും നീറ്റായിട്ട് നടക്കാനുള്ള ഒരു റിവാർഡ് നോക്കി അനുസരിച്ച് റിവാർഡിൻ്റെ വാല്യൂ അനുസരിച്ച് കണ്ട് അവൻ എന്ത് ചെയ്യും, ബെസ്റ്റ് ഒരു പോളിസി ഇതാക്കി കണ്ട് അവൻ അതിൻ്റെ സ്റ്റേറ്റിൻ്റെ മേലെ അപ്ലൈ ചെയ്യും. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് അവൻ്റെ കറണ്ട് സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ റോബോട്ട് നടക്കാൻ പോകുന്ന റോബോട്ടിൻ്റെ കറണ്ട് അവൻ്റെ പൊസിഷൻ ഏതാണ്, അതൊക്കെയാണ് അവൻ്റെ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിൽ അവന് പുതിയൊരു പോളിസി അപ്ലൈ ചെയ്യും അല്ലേ. ഇപ്പോൾ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോളിസി പക്ക മാറ്റി കണ്ട് പുതിയ സ്റ്റേറ്റിലേക്കാക്കി മാറ്റാം. ഓക്കെ, ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് കണ്ട് ലാസ്റ്റ് എന്താ പറയുക എൻഡിൽ നല്ലൊരു എന്താ പറയുക മീൻസ് നമ്മളെ ഒരു ടാസ്ക് കറക്റ്റ് ലേൺ ചെയ്തൊരു ലേണിംഗ് ആയി മാറും അത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഇതിൻ്റെ എല്ലാ ഡെഫിനിഷൻസും കാര്യങ്ങളും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോട്ട്സ് ആക്കി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒന്നുപാട് വായിച്ച് നോക്കുമ്പോൾ എക്സാമ്പിൾ പറയാൻ കഴിയും. ഏജന്റ് പറഞ്ഞാൽ അത് ലേണർ ഓർ ഡിസിഷൻ മേക്കർ അല്ലേ, അതായത് നമ്മളെ റോബോട്ടാണ് അവിടെ ഏജന്റ് വരുന്നത്. എൻവിറോൺമെന്റ് അത് ദ വേൾഡ് ദ ഏജന്റ് ഇന്ററാക്ടിവിറ്റി അല്ലേ, അതായത് ഒരു ഏജന്റ് ഏതൊക്കെ കാര്യങ്ങളൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നത് അതൊക്കെ അതിൻ്റെ എൻവിറോൺമെന്റ്സ് ആണ്. ഈ എൻവിറോൺമെന്റ് ആണ് അവൻ എന്ത് കൊടുക്കുക, റിവാർഡ് കൊടുക്കുക അല്ലേ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ റെപ്രസെന്റേഷൻ ഓഫ് ദ കറന്റ് സിറ്റുവേഷൻ, അതായത് എൻവിറോൺമെന്റ് അവൻ എങ്ങനെയാണ് ആക്ട് ചെയ്തത് ആ ആക്ടിങ്ങിന്റെ റിസൾട്ട് ആണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ എ മൂവ് ദാറ്റ് ഏജന്റ് ക്യാൻ മേക്ക് അല്ലേ, അതായത് നമ്മൾ ഏതൊരു ആക്ഷൻ ആണോ ഏജന്റിനെ കൊണ്ട് നമ്മൾ ഏതൊരു ടാസ്ക് ആണോ കൊടുക്കുന്നത് ആ ടാസ്ക്കാണ് നമ്മളെ ആക്ഷൻ വരുന്നത്. റിവാർഡ് എന്ന് പറഞ്ഞാൽ എൻവിറോൺമെന്റ് കൊടുക്കുന്ന പോസിറ്റീവായ നെഗറ്റീവായ റിവാർഡ് ആയിരിക്കും അല്ലേ. ഈ റിവാർഡ് അനുസരിച്ചിരിക്കും അവൻ്റെ പോളിസി അല്ലെങ്കിൽ അവൻ്റെ ആക്ഷനിൽ മാറ്റം വരുത്തുന്നത്. പിന്നെ പോളിസി പറഞ്ഞാൽ ഏജൻസ് സ്ട്രാറ്റജി ഓർ ബിഹേവിയർ മാപ്പിംഗ് ഫ്രം സ്റ്റേറ്റ് ടു ആക്ഷൻ അല്ലേ, അതായത് അവൻ്റെ ഒരു സ്റ്റേറ്റിൽ അവൻ എങ്ങനെ ആക്ഷൻ ചെയ്തപ്പോൾ അവൻ്റെ സ്റ്റേറ്റിൽ വന്ന മാറ്റങ്ങളാണ് പോളിസി ആയിട്ട് മാറുന്നത് അല്ലേ. ഈ പോളിസിയിൽ മാറുമ്പോഴാണ് അവൻ്റെ ആക്ഷൻസ് മാറ്റുക അല്ലേ. പിന്നെ ദ ഗോൾ ഈസ് ടു ലേൺ ദ പോളിസി ദാറ്റ് മാക്സിമൈസ് ദ ക്യുമുലേറ്റീവ് റിവാർഡ് ഓവർ ടൈം, അതായത് ഗോൾ എന്ന് പറഞ്ഞാൽ നല്ല പോളിസി കണ്ടെത്തുക അല്ലേ, നല്ലൊരു ഔട്ട് കണ്ടെത്തുക, അതായത് ഒരു ടാസ്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ നല്ലൊരു പോളിസി കണ്ടെത്തുക ടു മാക്സിമൈസ് ദ റിവാർഡ് അല്ലേ. റിവാർഡ് കൂട്ടുന്നതാണ് ഇവൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പാട്ടൊന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ മെഷീൻ ലേണിംഗ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് പാഡിങ്സ് ഓഫ് ദ മെഷീൻ ലേണിംഗ് വിത്ത് എക്സാമ്പിൾസ്, അതായത് അത് അന്നെന്തൊരു ഇത്ര മാർക്കിൻ്റെ എ പാർട്ടായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് മെഷീൻ ലേണിംഗ് എന്താ ഡിഫൈൻ ചെയ്ത ഡെഫിനിഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് വിത്തൗട്ട് ബീങ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം, അതായത് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം ചെയ്യാണ്ട് മെഷീൻസിനെ ലേൺ ചെയ്യാൻ പഠിപ്പിക്കുക അല്ലേ, അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പാർട്ടാണെന്ന് പറയാം. പിന്നെ ഡിഫറെൻറ്റ് പാഡിങ്സ് ഓഫ് ദ മെഷീൻ ലേണിംഗ്, അതായത് ഈ നാല് ഡെഫിനിഷൻസും വിത്ത് ചെറിയ എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എഴുതി മാർക്ക് അനുസരിച്ചിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ പാർട്ട് ഇവിടെ നിർത്താം. അപ്പം എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രാങ്ക് ലെക്ചേഴ്സിൻ്റെ ടീമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഇതേ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ ഇല്ല എന്നൊരു ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ക്ലാസ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഒന്നുകൂടെ റീടേക്ക് എടുത്ത് തരേണ്ടതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.